ഏതാണ്ട് 1876 എത്തിയപ്പോഴാണ് ഇതിന് ഈ നിലയിൽ സിനാപ്റ്റിക് ഗോസ്പൽ അഥവാ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന അർത്ഥം അഥവാ നാമകരണം ആ നിലയിൽ നാം ഇപ്പോൾ പഠിക്കുന്ന നിലയിലേക്ക് അതിനെ ഒരു സിസ്റ്റമാറ്റിക് ലെവലിലേക്ക് മാറ്റത്തക്കോണം അതിനൊരു പ്രത്യേക രീതിയിൽ അതിനൊരു പഠനത്തിനായിട്ട് സൗകര്യത്തിനായിട്ട് ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഈ പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്ന് വന്നതാണ്. സിനാപ്റ്റിക് എന്ന ഈ സമവീക്ഷണം എന്നുള്ള അർത്ഥം കൽപ്പിക്കുന്നതായ ഈ പദം 2 ഗ്രീക്ക് പദങ്ങളുടെ ഒരു സംയോജനമാണ്. സിൻ എന്ന് പറയുന്ന വാക്ക് SYN ടുഗദർ എന്നുള്ള അർത്ഥത്തില് അഥവാ വ്യൂ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അഥവാ ടുഗദർ ഒരുമിച്ച് എന്നുള്ള അർത്ഥത്തിൽ നമുക്കിതിനെ കാണാൻ. ഒപ്റ്റിക് നമുക്കറിയാം, നമ്മളുടെ കണ്ണടകളുടെ എല്ലാം ആ ഒരു മൂലഭാഷ ഈ പദത്തിൽ നിന്ന് കയറി വരുന്നത്. ഒപ്റ്റിക്കൽസ് എന്നുള്ളത് കാണുക, വീക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് ആ പദത്തിൽ നിന്ന് എഴുതുന്നത്. സിനാപ്റ്റിക് എന്നുള്ള ഗ്രീക്ക് പദം 2 പദങ്ങളുടെ ഒരു സംയോജനമാണ്. SYN സിൻ എന്നും ഓപ്റ്റിക് എന്നുള്ള മറ്റൊരു പദവും ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ വ്യൂവിംഗ് ടുഗദർ സീയിങ് ടുഗദർ ഈ അർത്ഥങ്ങളാണ് ഈ പദത്തിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സിനാപ്റ്റിക് എന്ന പദം ഏത് വാക്കിൽ നിന്ന് വന്നതാ? ഗ്രീക്ക് വാക്കായ സിൻ എന്നും ഓപ്റ്റിക് എന്നും 2 വാക്കിൽ നിന്ന് വന്നു. അതിന്റെ അർത്ഥം എന്താ? വ്യൂയിങ് ടുഗദർ അഥവാ സീയിങ് ടുഗദർ, ഒരുമിച്ച് കാണത്തക്കവണ്ണം എന്ന പോലെയോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള വീക്ഷണം എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഈ പദത്തെ നമുക്ക് ആ നിലയിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരേ അർത്ഥത്തിൽ, ഒരേ ആശയത്തിൽ, ഒരേ വീക്ഷണത്തിൽ യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ 3 സുവിശേഷങ്ങൾ എന്തായി കാണുന്നത്? സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നുള്ള നിലയിൽ കാണുവാനായിട്ട് കഴിയും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ഒപ്റ്റിനോമായി എന്നുള്ള ആ റൂട്ട് വേർഡ് ഒപ്റ്റിനോമായി. ഒപ്റ്റിക് എന്നുള്ളത് കുറച്ചും കൂടെ നമ്മളതിനെ വെർബ് മാത്രം എടുക്കുകയും അതിന്റെ റൂട്ടും ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെയാണ്. സയന്റിഫിക് ആയിട്ട് വരുമ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ ആ പേര് വരുമ്പോൾ പോയി അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അല്ല നിങ്ങളുടെ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ അതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും പോകാത്തത്. നമുക്ക് ആകെ പോകെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കയറ്റിത്തരണം. ഞങ്ങളെ ജോലി ഇതെല്ലാം പുസ്തകത്തിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ വായിച്ചു തരുന്ന പരിപാടി ഇല്ല. അതിനാ നമ്മൾ നോട്ട് ആദ്യമേ നിങ്ങൾക്ക് തരുന്നത്. നോട്ട് എല്ലാവരും വാങ്ങിച്ചെന്ന് വിശ്വസിക്കുന്നു. 10 ദിവസം കൊടുത്താൽ ബാക്കിൽ അത് ലഭ്യമാണ്. അതുകൊണ്ട് അതോടെ നിങ്ങൾ കയ്യിൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല. കാരണം അതിനകത്തുനിന്ന് മാത്രം അല്ല സത്യത്തിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ വേറെ മെനക്കെട്ടിരുന്ന് ചെയ്തിട്ടുണ്ട്. അതായിരിക്കാം നിങ്ങൾക്ക് പക്ഷെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഒരിക്കലും വ്യത്യാസമല്ല. അപ്പോ ഈ ഒരേ വീക്ഷണത്തിൽ കാണുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ 3 സുവിശേഷങ്ങളെ സിനാപ്റ്റിക് ഗോസ്പൽ അഥവാ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന അർത്ഥത്തിൽ നാമകരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് മത്തായിയിലും മർക്കോസിലും ലൂക്കോസിലും നാം ആരംഭം മുതൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഒറ്റനോട്ടത്തിൽ നാം വായിക്കുമ്പോൾ വ്യത്യാസം പോലെ തോന്നിയാലും അതിനകത്ത് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം വളരെ സിമിലാരിറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മർക്കോസിൽ, മത്തായി, ലൂക്കോസിലേക്ക് നാം ഒറ്റയടിക്ക് ഇങ്ങനെ പുസ്തകം തുറന്നു നോക്കിയാൽ മത്തായി ആരംഭിക്കുന്നത് ജീനിയോളജിയില, വംശാവലിയില. ലൂക്കോസും നമുക്ക് കാണാൻ കഴിയുന്നു ജീനിയോളജി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസം തോന്നുന്നു. മർക്കോസ് നോക്കിക്ക് ഒന്നും തുടങ്ങുന്നില്ല, നേരെ കർത്താവിന്റെ പ്രവൃത്തിയെ കുറിച്ച് ആരംഭിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇതെല്ലാം നമ്മളതിന്റെ ഒരു വ്യക്തമായിട്ട് എന്തുകൊണ്ട് അങ്ങനെയെല്ലാം വന്നു അത് നമ്മൾ വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങൾ അത് നമ്മളതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒറ്റനോട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ നിലയിലുള്ള വ്യത്യാസം തോന്നുമെങ്കിലും ഇതിനകത്ത് പ്രതിപാദ്യ വിഷയം
മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രതിപാദ്യത്തിൽ വിഷയം അവർ എടുക്കുമ്പോൾ ഈ മത്തായിക്ക് യാതൊരു സംശയം തോന്നുന്നില്ല, മർക്കോസിലും തോന്നുന്നില്ല, ലൂക്കോസിലും ഇല്ല. ഇവർക്ക് മൂന്ന് പേർക്കും ഒരേപോലെ നമുക്ക് അത് അങ്ങനെ തന്നെയായിട്ട് കാണാൻ കഴിയും. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ, കർത്താവ് മറുവ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്ന സംഭവം മൂന്ന് സുവിശേഷങ്ങളിൽ മാത്രമേ വ്യക്തമായിട്ട് ആ സംഭവത്തെ ഇൻസിഡന്റ് ആക്ടിവിറ്റീസ് ആയിട്ട് രേഖപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ ഈ ദൃക്സാക്ഷികൾ ഈ മൂന്ന് പേരുമല്ല. യേശുക്രിസ്തുവിനോടുകൂടെ ആ മലയിലേക്ക് കയറിപ്പോയത് യോഹന്നാനും പോയി, യാക്കോബും പോയി, പത്രോസും പോയി. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മൂന്ന് പേരെയും കൊണ്ട് കർത്താവ് ഞങ്ങളെയും കൊണ്ട് മലയുടെ മുകളിലേക്ക് പോയി. ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നില്ല, മറുരൂപപ്പെട്ടു, അവന്റെ വസ്ത്രം വെണ്മയായി തീർന്നു, മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചു. രണ്ട് പേര് വന്നു, ഒന്ന് ഏലിയാവെന്ന് ഒരു മോശയെന്ന് കണ്ടു, പത്രോസ് ചാടി പറഞ്ഞു. ഇങ്ങനെ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ അവനോടുകൂടെ ഇരുന്നപ്പോൾ അവൻ പിതാവിൽ നിന്നുള്ള ഏകജാതനായവനിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടു എന്ന് താന് ആ നിലയിൽ രണ്ടർത്ഥത്തിൽ അവിടെ പറയുന്നതായിട്ട് കാണാൻ കഴിയും. പത്രോസ് എഴുതിയപ്പോൾ തന്റെ രണ്ടാം ലേഖനത്തിൽ മാത്രം സൂചിപ്പിക്കുന്നു, അവന്റെ കൂടെ ഞങ്ങൾ വിശുദ്ധ ദേവപർവ്വതത്തിരുന്നപ്പോൾ അവന്റെ തേജസ് കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും ഈ ഒരു വിഷയം മത്തായിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 17 അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നു. മർക്കോസിന്റെ സുവിശേഷം 9 അധ്യായത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ മൂന്നിടങ്ങളിലും ഈ സംഭവം ഒരേപോലെ നമുക്ക് പ്രസന്റ് ചെയ്യുന്നതായി കാണാൻ കഴിയും. ചെറിയ ഒന്ന് രണ്ട് വാക്കുകളിലും ദിവസത്തിന്റെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ലൂക്കോസിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. മറ്റു രണ്ടുപേര് 6 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലൂക്കോസ് പറയുന്നു 8 ദിവസം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അതിന് തൊട്ടു മുമ്പ് ഒരു സംഭവം നടക്കുന്നു. ആ സംഭവം നടന്നതിന് ശേഷം 8 ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അതാ ലൂക്കോസ് എടുത്തു പറയുന്നത്. എന്നാൽ മർക്കോസും മത്തായിയും അതല്ല എടുത്തു പറയുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള മറ്റൊരു സംഭവത്തെ എടുത്തിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് ഈ സംഭവം നടന്നു എന്ന് പറയുകയാണ്. തെറ്റല്ല ഇവർ ചെയ്യുന്നത്. ഇവർ വീക്ഷണം കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരേ രീതിയിലാണ്. മൂന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർക്ക് പറയുവാനുള്ളത് അവർ കണ്ടിട്ടില്ല. മത്തായിക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സ്വഭാവമായിരുന്നുവെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം, കർത്താവേ, ഞാനും അങ്ങയുടെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. എന്നെ വിളിച്ചുകൊണ്ട് പോകാതെ പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ രൂപാന്തരപ്പെട്ടിട്ട് ഞാനിത് എഴുതണമെന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞാൽ എനിക്കിതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞേ. ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലേ, എന്നെ വിളിക്കാതെ പോയതല്ലേ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, അവിടെ മത്തായിയൊന്നും അങ്ങനെയൊന്നും പറയുന്നത് ഒന്നുമില്ല. പക്ഷെ കണ്ടിട്ടില്ലെങ്കിലും താനെ കണ്ടവരുടെ കേട്ടറിവിനാൽ എഴുതുമ്പോൾ പറയുകയാണ്, അവർ മലയിൽ ആയിരിക്കുമ്പോൾ വ്യക്തമായി പറയുന്നു, അവന്റെ മുഖം സൂര്യൻ ശോഭിക്കുന്നതിനേക്കാൾ പ്രശോഭിപ്പാൻ ഇടയായി, അവന്റെ വസ്ത്രം വെണ്മയായി, ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം വെണ്മയായി തീർന്നു. രണ്ടുപേര് മോശയും ഏലിയാവും, 3 പേർക്കും യാതൊരു ഡൗട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിഷയത്തിൽ ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇവരുടെ 3 പേരുടെയും കാഴ്ചപ്പാട്, വീക്ഷണം അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഈ സുവിശേഷങ്ങളെ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ പഠനത്തിനായിട്ട് തിരഞ്ഞെടുപ്പാൻ ഇടയായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിന്റെ ഐഡിയ മനസ്സിലായെന്ന് തോന്നുന്നു, അല്ലെ? അങ്ങനെയെങ്കിൽ ഈ സുവിശേഷകന്മാർ 3 പേരും ഒരേ വീക്ഷണത്തിൽ സുവിശേഷൻ അവരെ ദൈവം ഫലമേൽപ്പിച്ച ദൈവാത്മാവിന്റെ നിയോഗത്താൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ ചരിത്രം രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ചില പ്രശ്നങ്ങളും ഈ 3 സുവിശേഷകങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ ഉള്ളതായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാനും കഴിയുന്നുണ്ട്.
അതിനെ സിനോപ്റ്റിക് പ്രോബ്ലം എന്നാണ് തിയോളജിയന്മാര് വിളിക്കുന്നത്. ആ സമവീക്ഷണ സുവിശേഷങ്ങളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ടാണ് അതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. സിനോപ്റ്റിക് പ്രോബ്ലം എന്നാണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വേദപുസ്തകം നാം എടുത്തു നോക്കിയാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് മത്തായിയിൽ അല്ലെ? രണ്ടാമത് മർക്കോസ്, പിന്നീട് ലൂക്കോസ് എന്നുള്ള നിലയിൽ വരുന്നു. എന്നാൽ ഈ എഴുതിയ കാലഘട്ടത്തെ നാം പരിശോധിച്ച് നോക്കിയാൽ മർക്കോസ് ആണ് ആദ്യം സുവിശേഷം എഴുതിയതായിട്ട്. അങ്ങനെയെങ്കിൽ ഈ മത്തായിയും ലൂക്കോസും മർക്കോസിന്റെ എഴുതിയ ആ ഗ്രന്ഥ രചന കണ്ടിട്ട് അവരെഴുതിയതാണോ? പല വിഷയങ്ങളിൽ ഉണ്ടാകുന്നതായ ചില ചെറിയ ചെറിയ പാകപ്പിഴകളെന്നോ അല്ലെങ്കിൽ ഒരു വേരിയേഷൻ എന്നോ ചെറിയ മിസ്സിംഗ് എന്നോ ഒക്കെ നമുക്ക് ചിലയിടത്തൊക്കെ കാണാൻ കഴിയുന്നു. അതെന്തുകൊണ്ട് വന്നു? ഇതിനകത്ത് ഇവരെ ഏതാണ് പ്രധാനമായിട്ട് ഇത് എഴുതുവാനായിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് ഇവർ കണ്ടെത്തിയത് എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഈ മൂന്ന് സുവിശേഷങ്ങൾ നമ്മൾ ഈ നിലയിൽ പഠിക്കുമ്പോൾ തന്നെ അപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ആരംഭകാലം മുതലേ, സഭാപിതാക്കന്മാരുടെ കാലഘട്ടം മുതലേ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, ഇതിൽ ആരാദ്യം? ഒക്കെ മർക്കോസ് എഴുതിയെങ്കിൽ മർക്കോസിന്റെ കോപ്പി അടിച്ചാണോ മത്തായി ലൂക്കോസും സുവിശേഷം എഴുതിയത്? അല്ല, ഇനി മർക്കോസ് അല്ല മത്തായി എഴുതിയെങ്കിൽ എന്താ ഇതിനകത്ത് തമ്മിൽ വ്യത്യാസമായിട്ട് മറ്റുള്ള രണ്ടുപേര് നിങ്ങൾ ശ്രദ്ധിക്കുക. മത്തായിക്ക് 28 അധ്യായങ്ങളൊക്കെ ഉള്ള ഒരു വലിയ, അഥവാ ഈ അധ്യായങ്ങളൊക്കെ വളരെ പിന്നീടാണ്, ഈ അടുത്ത കാലങ്ങളിലാണ് 15-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ നിലയിൽ തിരിച്ചത്. എന്നാൽ ദൈർഘ്യമേറിയ ഒരു രചന നിർവഹിക്കാൻ ഇടയായി. ലൂക്കോസും ഏറെക്കുറെ സാമ്യമായ രീതിയിലുള്ള രചന നടത്തുവാൻ ഇടയായി. എന്നാൽ മർക്കോസിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറച്ച് ഒരു ഭാഗം മാത്രം, ഒരു പോർഷൻ മാത്രം നമുക്ക് ഉൾപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. എന്താ ഇതിനകത്തെ പ്രശ്നം? ഇതിനകത്തുള്ള എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഉള്ള ഒരു പഠനം, അതിനെ ആ നിലയിൽ ഒരു സയന്റിഫിക് വേണമെങ്കിൽ ഒരു റിസർച്ച് പോലെയൊക്കെ നടത്തി അതിനെ ആ നിലയിലുള്ള പരിഹാരങ്ങൾ വരുത്തിയ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് അതിന്റെ പോരായ്മകളെ പരിഹരിച്ച് ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് സിനാപ്റ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത്. പൊതുവെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ 2-ാം നൂറ്റാണ്ട് മുതലേ ഈ ഒരു പ്രശ്നം ദൈവസഭയിൽ ഉടലെടുത്തിരുന്നു. ഗ്രന്ഥരചനകൾ അനവധി ഉണ്ടായി. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ സുവിശേഷവും ഈ പുതിയ നിയമത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ തന്നെ ഈ വേദപുസ്തകത്തിൽ നമ്മൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ കാണാൻ കഴിയാത്തതായ നിരവധി രചനകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം അപ്പോക്രിഫ ബുക്കുകളിൽ, വേദപുസ്തകത്തിൽ ഇന്നത്തെ കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രചനകളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ തോമസിന്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു രചനയുണ്ട്, ഗ്രന്ഥമുണ്ട്, സുവിശേഷമുണ്ട്. ബർന്നബാസിന്റെ സുവിശേഷമുണ്ട്, ബർന്നബാസിന്റെ ലേഖനമുണ്ട്. ഒത്തിരി ഇതുപോലെയുള്ള നമ്മുടെ അപ്പോസ്തലന്മാരുടെ പേരിലും അല്ലാതെയും വേദപുസ്തകത്തിലെ പേരുള്ളവരുടെയൊക്കെ പേരിൽ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ മുന്നിൽ നിൽക്കുമ്പോൾ, വിശ്വാസികൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലെ തരംതിരിക്കുന്ന പരിപാടിയൊന്നും അന്നില്ലായിരുന്നു. കിട്ടിയതൊക്കെ അവര് ദൈവിക വചനം എന്നുള്ള നിലയിൽ പലപ്പോഴും ധ്യാനിക്കുകയോ അത് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഏതാണ്ട് AD 350 ശേഷം ഈ നിക്കിയ സിനഹോദോസ് ഒക്കെ കൂടിയതിന് ശേഷമാണ് വേദപുസ്തകത്തിൽ ഇത്രയും പുസ്തകങ്ങളാണ് ദൈവശ്വാസീയമായതും ഇതാണ് ദൈവമക്കൾ ദൈവത്തിന്റെ വചനമായി അംഗീകരിക്കേണ്ടതെന്നുമൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ദൈവത്തിന്റെ ജനത്തിന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അപ്പോൾ അതിനു മുൻപ് വരെ ഒത്തിരി സംശയങ്ങൾ ഉടലെടുക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു.
ഗ്രന്ഥരചനകൾ ഉണ്ടായിരുന്നു. ഏതെടുക്കണം, തെരഞ്ഞെടുക്കണം എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, യോഹന്നാൻ തന്റെ രണ്ടാം ലേഖനം എഴുതുമ്പോൾ ദൈവസഭയ്ക്കകത്ത് അനേക ദൈവമക്കളുടെ വീടുകളിൽ യേശു ക്രിസ്തു കർത്താവല്ല, ദൈവമല്ല എന്ന് പോലും പറഞ്ഞുകൊണ്ട് ആളുകൾ കയറി വരുന്നു. അവരെ നിങ്ങൾ വീട്ടിൽ കയറ്റരുത് എന്ന് പറയത്തക്കവണ്ണം ആ കാലഘട്ടത്തിലെ കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. ആരാ ശരിയെന്ന്, ആരാ തെറ്റാ മോശമെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും ദൈവമക്കളിൽ കഴിയാതെ പോകുന്നു. ഇന്നാണെങ്കിൽ വളരെ സൗകര്യമാണ്. എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു 10 കൊല്ലത്തേക്ക് UAE ഇറങ്ങാൻ വയ്യാത്ത പരിപാടി നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു മൊബൈലിൽ മെസ്സേജ് ഇട്ടാൽ മതിയല്ലോ, ഇന്ന ആളുകൾ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റിൽപ്പെട്ട ആളാണ് എന്നൊറ്റ മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ പുള്ളി ആരും വിളിക്കത്തില്ല. അവിടെ ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാര് ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുമ്പോൾ, ഈ മാസ്റ്റർ ഡിഗ്രി ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വൈവാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് വന്ന് ഡയറക്റ്റ് ഉള്ള ഒരു ചോദ്യവും ഇതൊക്കെയാണ്. ഇതുപോലെ ഈ ഉപദേശന്മാരെ ഞങ്ങൾ ഫോണിൽ കൂടെ വിളിക്കുകയോ ചോദിക്കും, നിങ്ങൾ എവിടെ, എത്ര വയസ്സുണ്ട്, കളർ എന്തുവാ, നിങ്ങൾ എവിടെയാ പഠിച്ചത്, കാരണം വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അന്നത്തെ കാലഘട്ടം നാം ശ്രദ്ധിച്ചു നോക്കിയ സൗകര്യങ്ങൾ ഇങ്ങനെയൊന്നുമില്ല. അങ്ങനെ സൗകര്യമില്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ സഞ്ചാര ഉപദേശിമാർ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അവരൊരു സഭയിലെ അംഗങ്ങളല്ല. അവരൊരു സഭയിലും അടങ്ങി കീഴ്പ്പെട്ട് നിൽക്കുന്നില്ല. അവരിങ്ങനെ സഭകൾ ഇവിടെ നിന്ന് എഫെസോസിൽ നിന്ന് കൊരിന്ത്യയിൽ പോകും, കൊരിന്ത്യയിൽ നിന്ന് ഗലാത്യയിൽ പോകും, ഗലാത്യയിൽ ഒരു 10 സഭകളുണ്ട്. അവിടെ അറൗണ്ട് ചെയ്തിട്ട് വീണ്ടും യെരുശലേമിൽ അപ്പോഴത്തേക്ക് 1 കൊല്ലമായി, 1 വർഷത്തേക്കുള്ള കാശും കയ്യും കിട്ടും. ദൈവദാസന്മാരെന്നുള്ള നിലയിൽ ഇന്നത്തെ പോലെ അല്ലായിരുന്നു. നമുക്കറിയാം, ഇന്ന് ഫോൺ എടുക്കാതിരിക്കാം. വീടിന്റെ താഴെ നിന്ന് മാസ്റ്റർ വിളിച്ചാലും പറയും, ഞാനിപ്പോൾ ദുബൈയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അബുദാബിയിലാണ്, ഗുജറയിലാണ്, മാസ്റ്റർ ഇപ്പൊ എത്താൻ പറ്റത്തില്ല, എങ്ങനെയായാലും 2 മണിക്കൂർ എടുക്കും. വീട്ടിലിരുന്ന് TV കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും പറയും. കാരണം എനിക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവിടെ വെച്ച് തന്നെ ഞാൻ ശുശ്രൂഷിച്ചിരുന്ന ഒരു സഭയിൽ, അപ്പൊ ഫാസ്റ്റ് ആണല്ലോ, അവിടെ ഉള്ളവരാരും ഇല്ലെന്ന് തോന്നുന്നു, വീടിന്റെ താഴെ ചെന്നിട്ട് വിളിക്കുക, വീട്ടിൽ ആളുണ്ട്, പറഞ്ഞ് ഞാൻ ഇപ്പോ ഇവിടെ ഇല്ല. വീട്ടിൽ സൗണ്ട് കേൾക്കാം, അമ്മാമ്മയുടെ സൗണ്ട് കേൾക്കാം, പിള്ളേരുടെ സൗണ്ട് കേൾക്കാം, ഇതെല്ലാം ഞങ്ങൾക്ക് ഫോണിൽ കൂടെ കേൾക്കാം. ഞാൻ സ്പീക്കറിലിട്ട് എന്റെ കൂടെ ഒരു സഹോദരനുണ്ട്, ഞാൻ പറഞ്ഞു ഇന്ന കൂട്ട സഹോദരനെ കേട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അന്ന് ഇങ്ങനെയൊന്നുമല്ല. വീട്ടിന്റെ അവിടെ വന്ന് മുട്ടുമ്പോഴാ ഇത് ഉപദേശിയാണെന്ന് അല്ലയോ എന്ന് അറിയും. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ ഏതാ ശരിയെന്നോ ഏതാ തെറ്റെന്നോ തിരിച്ചറിയാൻ പോകുന്ന ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ ഒരു ചിന്തകളും സംശയങ്ങളും ശാസ്ത്രജ്ഞന്മാർ, ദൈവ പണ്ഡിതന്മാർ, വചന പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ നിരവധി ചോദ്യങ്ങൾ നിരവധി വന്നിരുന്നു. ഇതെങ്ങനെയാണ് ഇതിന്റെ സോഴ്സ്, ഇതിന്റെ പിന്നിൽ ഇവര് എഴുതുവാൻ തക്കവണ്ണം ഈ നിലയിൽ യേശുവിന്റെ ചരിത്രമാകട്ടെ, ഈ പറയുന്ന സുവിശേഷങ്ങളാകട്ടെ, യേശുവിന്റെ പ്രസംഗങ്ങളാകട്ടെ, മർക്കോസ് ലൈവായിട്ട് കണ്ടിട്ടില്ല, ലൂക്കോസ് കണ്ടിട്ടില്ല. കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട് എപ്പോഴും ഉള്ളത് മത്തായി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എഴുതിയ കാലഘട്ടത്തിൽ ഇവരേതെങ്കിലും സോഴ്സ് നിശ്ചയമായിട്ട് യൂസ് ചെയ്ത് കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഏത് സോഴ്സ് ആയിരിക്കാം ഇവരെടുത്തത്? മത്തായിയുടേതാണോ, മർക്കോസ് ആണോ, ലൂക്കോസ് ആണോ? സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരാം, പ്രശ്നമുണ്ട്. അങ്ങനെ ഇതിനൊരു രമ്യത ഉണ്ടാകണം, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ഈ സിനാപ്റ്റിക് പ്രോബ്ലം, ഈ സമവീക്ഷണ സുവിശേഷത്തിനുണ്ടായ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടി ഏതാണ്ട് 3-4 തിയറികൾ അന്ന് ആ വേദ പണ്ഡിതന്മാർ അതിനുവേണ്ടി വളരെ ശക്തമായ പരിശ്രമം ചെയ്യുവാനൊക്കെ വളരെയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഈ കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, കെമിസ്ട്രിക്കകത്ത് ഈ കെമിക്കൽ ഫോർമുലയുടേതായ ഒരു പിക്ചർ ഉണ്ടല്ലോ. നമ്മള് എനിക്ക് വലിയ അറിവില്ല, ഞാൻ കെമിസ്ട്രി ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഇതിൽ ഞങ്ങൾ പറയുക, ഈ ഓരോ സിമ്പിൾ, ഇപ്പൊ നമ്മള് കാർബൺ C എന്ന് മാത്രം അല്ലെ, K ആണോ, K കൊടുക്കുന്നുണ്ട്, C
അങ്ങനെ അതെ പറയാം. സി എന്ന് കൊടുക്കത്തേ ഉള്ളൂ. അത് അർത്ഥമാക്കും എന്താ അല്ലെ? ഓക്സിജൻ ഓ എന്ന് മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ എച്ച് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? ഈ H2O എന്ന് പറയുമ്പോഴേ അറിയാം അത് എന്തുവാ അല്ലെ? ഇതുപോലെ ഇവരെന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ഓരോരുത്തർക്കും ഇവരെടുത്തത് എങ്ങനെയാ? മാത്യുവിന് M കൊടുത്തു, മർക്കോസിന് MK കൊടുത്തു, ലൂക്കോസിന് L കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അൺനോൺ സോഴ്സ് ആണെങ്കിൽ ആ സോഴ്സ് എന്നുള്ള ഒരു ജർമ്മൻ പദത്തിന് ക്യൂലെ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൺനോൺ സോഴ്സിൽ നിന്ന് ഈ 3 പേര് ഒരുപക്ഷെ എടുത്തു കാണും. അതിന് ക്യൂ എന്ന് കൊടുത്തുകൊണ്ട് ഇവരൊരു സയന്റിഫിക് റിസർച്ച് തന്നെ തിയോളജിൻസ് നടത്തി ഇവരൊരു സോൾവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇവര് ഒരു നിഗമനത്തിൽ എത്തുവാൻ ഇടയായി തോന്നും. എഴുതിയ കാലഘട്ടങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ മർക്കോസ് ആണ് ആദ്യം ഗ്രന്ഥരചന നടത്തിയത്. അങ്ങനെയാണെങ്കിൽ മത്തായിയും ലൂക്കോസും സ്വാഭാവികമായിട്ടും മർക്കോസിന്റെ സുവിശേഷത്തെ ഒരുപക്ഷെ ആശ്രയിച്ചേക്കാം. അല്ല, ഇത് രണ്ടുമല്ല, ഇവർ രണ്ടുപേരും ഇതല്ല എങ്കിൽ ക്യൂലെ എന്നുള്ള ജർമ്മൻ വാക്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അൺനോൺ സോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് എന്നുള്ള ആ നിലയിൽ അതിനെ മറ്റേതെങ്കിലും മുഖാന്തരങ്ങളിൽ കൂടെ അവർക്ക് ലഭിച്ചിരിക്കാം. അവർക്ക് ഇത് യേശുവിനെ കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കാൻ അവസരം ലഭിച്ചേക്കാം. ആ ലേഖന അല്ലെങ്കിൽ എഴുത്തുകൾ ഒരുപക്ഷെ അത് മിസ്സിംഗ് ആയി കാണും. അതെവിടെയാണെന്ന് അറിയത്തില്ല, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ആകാം ഇങ്ങനെയുള്ള ഒരു സുവിശേഷം രചിക്കുവാൻ തക്കോളം ഇടയായിട്ടുണ്ട്. ഏതാണ്ട് ഒരു തിയോളജിയിലാണ് തീസാൻ വളരെ വ്യക്തമായിട്ട് ഒരു സൊല്യൂഷൻ ഈ ഒരു പ്രശ്നത്തിന് നൽകുവാൻ തക്കോളം ഇടയായിട്ടുണ്ട്. 4 കാരണങ്ങൾ അദ്ദേഹം അത് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ അത് ഉണ്ട്. ആ 4 കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. പേജ് നമ്പർ 4 നാം എടുത്തു നോക്കിയാൽ ഇപ്പോൾ നോക്കേണ്ട 4 സമവീക്ഷണ പ്രശ്നം. ആ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് പഠിക്കണം. അത് ഒരു സിനോപ്റ്റിക് ഗോസ്പൽ സമവീക്ഷണ സുവിശേഷങ്ങൾ പഠിക്കുന്ന ഒരു പഠിതാവിന് അത്യന്താപേക്ഷിതമായി അറിയണം എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായത്. ആ തീസാൻ എന്ന തിയോളജിയുടെ നിഗമനം മിക്കവാറുമുള്ള എല്ലാ ദൈവ മക്കൾ അല്ലെങ്കിൽ അതിനുള്ള തിയോളജിയൽ ലെവലിൽ അതിനൊരു അംഗീകാരം ഉണ്ടാകുവാനിടയായി. ആ 4 കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക? ഒന്നാമത്തേത്, നേരിട്ടുള്ള അറിവ് ഒരുപക്ഷെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് കണ്ടെത്തുവാൻ തക്കോണം വേണ്ടിയാണ്. കാരണം നമുക്കറിയാം, നേരിട്ടുള്ള അറിവെന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടങ്ങളിലേക്ക് ഒക്കെയല്ല അപ്പച്ചന്മാരോടൊക്കെ ചോദിച്ചാൽ ഇന്ന് നമുക്കതിന് ബുദ്ധിമുട്ട്. ഇന്നത്തെ നമ്മുടെ തലമുറകളോട് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൻ പ്രദേശത്താണെങ്കിൽ ലോകത്തെല്ലായിടത്തും അറിവ് പകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ പേപ്പറും പേനയോ ഈ പറയുന്ന ഈ നൂതന സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ല, പ്രിന്റഡ് നോട്ട്സോ ഒന്നുമില്ല. ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇവിടെ എത്ര പേര് മിക്കവാറും ഉള്ളവർ എനിക്ക് തോന്നുന്നു ഓലപ്പുള്ളിക്കൊടുത്ത് പഠിച്ചതാ. അങ്ങനെ ഒരു പേര് തന്നെ വരാൻ കാര്യം പനയോല ഉണക്കി അതിനകത്ത് ആശാൻ എന്ത് ചെയ്യും, പഠിപ്പിക്കുന്ന ആ ഒരു നാരായം എന്ന് പറയുന്ന ഇരുമ്പാണിയുണ്ട് അല്ലെ, അത് ഈ രീതിയിൽ പിടിച്ച് അക്ഷരങ്ങൾ അതിലെഴുതി എനിക്ക് പഠിക്കാൻ അവസരം, ഞാൻ ലാസ്റ്റ് ബാച്ചായിരുന്നു. അപ്പോ അങ്ങനെ പഠിക്കാൻ അവസരം ഉണ്ടോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ വരമ്പെടുത്തൂടെ അതും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഈ എന്നുള്ളത് അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. പിന്നീട് നിലത്തെഴുതുമായിരുന്നു. പിന്നീടെല്ലാം ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടും മെമ്മറൈസ് ചെയ്യിക്കുന്നത് പ്രധാനമായിട്ട് പാട്ടായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, പഠിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അന്ന് പഠിച്ചതൊക്കെ പലപ്പോഴും പിള്ളേരെ നമ്മള് താരാട്ട് പാടാനും കളിപ്പിക്കുവാനൊക്കെ പാടത്തില്ലേ, കാക്കയെ കാക്കേ കൂടുവിടെ. ഇന്നലെ ഒന്നും ഉണ്ടായതൊന്നും അല്ല, അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതല്ലേ, ആണോ? ഇത് ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മൾ തന്നെ ദൈവമക്കൾ ആരാധനയ്ക്കുമൊക്കെ പാടുന്ന പാട്ടുകൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപ് ഹൃദയസ്ഥമാക്കിയത് ഇന്നും കണ്ണടച്ച് നമുക്ക് പാടാൻ പറ്റും. അതിന് കാരണം എന്താ? അതിനെ ആ ഒരു മെത്തഡോളജിയിൽ പഠനത്തിനായിട്ട് അത് എടുത്തതുകൊണ്ട്, ആ നിലയിൽ അതിനെ ഹൃദയസ്ഥമാക്കിയത് കൊണ്ട് ഒരിക്കലും ഇത് മറന്നു പോകത്തില്ല.
ഇതുപോലെ ആദിമ സഭ കാലത്ത് അഥവാ ദൈവസഭയുടെ ആരംഭ കാലഘട്ടത്തില് ഈ പറയുന്നത് പോലെ ഒന്നുമില്ല. പഴയ നിയമ ഗ്രന്ഥം അഥവാ പഴയ നിയമ പുസ്തകം എന്ന് പറയുന്നത് യഹൂദന്റെ ബൈബിളാണ്, എബ്രായ ബൈബിളാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളത് എബ്രായ ബൈബിളാണ്. അത് ഇന്നും യഹൂദൻ അതാണ് അവരുടെ ബൈബിളായി വേദപുസ്തകം അംഗീകരിച്ചിരിക്കുന്നത്. ആരംഭ കാലഘട്ടത്തിൽ ദൈവസഭയുടെ ആരംഭത്തിൽ ഇവയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ദൈവവചന പഠനത്തിനായും ധ്യാനത്തിനായും പ്രസംഗത്തിനുമായിട്ടും ഒക്കെ എടുത്തത്. കർത്താവ് പോലും തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ സിനഗോഗുകളിൽ പള്ളിയിലേക്ക് പുസ്തകം വായിച്ചും മടക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമഗ്രന്ഥങ്ങളായിരുന്നു. തോൾ ചുരുളുകളിൽ അത് സൂക്ഷിച്ച് രേഖപ്പെടുത്തി അവിടെ വായിക്കുവാനായി അടുക്കി വെച്ചിരുന്നു. അപ്പോൾ അത് എടുത്ത് ഒരാൾ വായിക്കും, അതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കും. പ്രത്യേക സന്ദർഭങ്ങളിൽ അത് വാക്യപ്രതിവാക്യമായി പാടാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാവ്യ പുസ്തകങ്ങളിൽ ഇയ്യോബ് പോലെയുള്ള പുസ്തകങ്ങൾ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ബൈബിളിൽ തന്നെ അതിന്റെ ആ ഒരു എഴുത്ത് ശൈലിക്ക് മാറ്റമുണ്ട്. ഉണ്ടോ? ഇറ്റാലിക്സ് അല്ല, പക്ഷെ വേറൊരു ഫോണ്ടാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ടുകൾ ഉള്ള ഭാഗങ്ങളൊക്കെ പാട്ടുകളായിട്ടായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിനെ ആ നിലയിലായിരുന്നു കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. എവിടാ നമുക്കത് നോക്കിയിട്ട് പോലും ഇല്ല. നമ്മളെ ആകെ വായിക്കും, 91 സങ്കീർത്തനം വായിക്കും, പിന്നെ 1 സങ്കീർത്തനം വായിക്കും, 23, പിന്നെ ഏറ്റവും ചെറുത് ഏതായിരുന്നു വായിക്കുന്നവരൊന്ന് പണം എടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇതൊക്കെ നമ്മളിപ്പോഴും നമുക്കറിയാം. ഒരാള് ബൈബിൾ എടുത്ത എന്നും കൈകാര്യം ചെയ്യുന്ന ബൈബിൾ എടുത്ത് നിങ്ങൾ ഇനി വീട്ടിൽ പോയി നോക്കണം. ഞാൻ ടെക്നിക്ക് പറഞ്ഞു തരാം. ഒരുവൻ വായിക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നും കൈകാര്യം ചെയ്യുന്ന ബൈബിൾ ആണെങ്കിൽ ആ ബൈബിൾ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ നോക്കി ഞാൻ ഇത് തുറക്കുന്നേ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് തുറക്കുന്നേ ഇല്ലെന്ന് ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ബൾജ് ചെയ്ത് വെളിയിലോട്ട് നമ്മളെ ഈ എന്താ പറയുന്നത് ഈ എലിയുടെയൊക്കെ പല്ലിങ്ങനെ വെളിയിലോട്ട് ഇരിക്കുന്നത് പോലെയൊക്കെ തെള്ളി പറഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ ഏതാണോ അതാണ് ആ സഹോദരനായിട്ട് സഹോദരിയാകട്ടെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യും. ഇപ്പൊ ആരും തുറക്കണ്ട, വീട്ടിൽ പോയി നോക്കിയാൽ മതി. നിങ്ങൾ അടുത്തിരിക്കുന്നവരെ നിങ്ങളെ കാണിക്കണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കുകയും നടുക്കത്തെ പോർഷൻ സങ്കീർത്തനമായ എല്ലാവരുടെയും ബൈബിള് എന്താ വെച്ചാ പറഞ്ഞു നടുക്കായതുകൊണ്ട് പെട്ടെന്ന് തുറക്കാനുള്ള സൗകര്യം പോലെ. അത് അവള് എന്തോന്നിനാണെങ്കിൽ ഇതിങ്ങനെ തുറക്കുമല്ലോ. കാരണം പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. പ്രവാചകനെ വിളിച്ചിട്ട് ദൂത് കേൾക്കണമെങ്കിൽ 150 രൂപ പോക്കാം. അപ്പൊ പെട്ടെന്ന് തുറക്കും. പണ്ട് ഒരച്ചായന് പുറത്തോട്ട് പോകാൻ നേരത്ത് വേദോത്സവം തുറന്ന് നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അന്നേരം കൊണ്ട് പുള്ളി തുറന്ന് നോക്കിയപ്പോ യൂത കെട്ടി ഞാൻ ഈ അത്തന്നായി. ഇത് വല്ലാത്തൊരവസ്ഥമായിരുന്നു. ഒന്നുകൂടെ ചെന്ന് നോക്കിയപ്പോൾ നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യാനല്ല. അപ്പം ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് നോക്കി ഇഷ്ടമില്ലാത്ത പോർഷൻ ഉണ്ട് വേദപുസ്തകത്തില്, നമ്മളത് വായിക്കുന്നില്ല. നമുക്ക് രസകരമായതും നമുക്ക് ആശ്വാസം തോന്നുന്നതും നമുക്ക് ഇമ്പം നൽകുന്നതുമൊക്കെ എത്ര വലിയ കുറ്റം ചെയ്ത് പശ്ചാത്താപം ഉണ്ടെങ്കിലും മകനെ യാക്കോബേ, പുഴുവായ ഇസ്രായേലെ, നീ വെള്ളത്തിൽ കൂടി കിടന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹല്ലേലൂയ സ്തോത്രം. നീ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം, ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അപ്പോഴും ബൈബിൾ അടിച്ചു വെക്കാം. ഇത് കൊള്ളത്തില്ല, ഇതെടുക്കുക. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വിഭാഗീയത ഇല്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരുവന്റെ ജീവിതത്തിൽ എല്ലാത്തിനും ഞാൻ എപ്പോഴും ബൈബിൾ സ്റ്റഡീസ് ഞങ്ങളുടെ ചർച്ചയിലൊക്കെ പറയുമ്പോൾ ഈ തലയുടെ ഈ മുടി മുതല് താഴെ നഖം വരെ എങ്ങനെ ഇരിക്കണമെന്ന് ഒരു ബ്യൂട്ടി പാർലറിൽ പോകണ്ട, ഒരു മാഗസീനും നോക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിങ്ങനെ ഒന്ന് തപ്പി നോക്കിയാൽ മതി. ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞേക്കാം, തലമുടി എങ്ങനെ ഇരിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം വായിച്ചാൽ മതി. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തലയിലെ മുടി എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, അവിടെ തൊട്ടുണ്ട്. താഴോട്ട് നോക്കിക്കേ, കണ്ണ് എങ്ങനെയായിരിക്കണം ഉണ്ടോ? കൈ എങ്ങനെയായിരിക്കണം? ഇരിപ്പ് എവിടെയായിരിക്കണം? നിൽപ്പ് എവിടെയായിരിക്കണം? ഡ്രസ് എന്തായിരിക്കണം? കാലെങ്ങനെയായിരിക്കണം? ഇതങ്ങോട്ട് തുറന്നാൽ മതി.
നമ്മള് കാശ് കൊടുത്ത് ഈ എന്തൊരു മാഗസീനാ വായിക്കുന്നവരും ഒന്ന് പറഞ്ഞേ, ആരോഗ്യമാസിക എന്തൊക്കെ പലതുണ്ടല്ലോ, നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ വില കൊടുക്കും. ആ പൈസ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉപദേശിമാരായി ഞങ്ങളെ പോലെയുള്ളവർക്ക് തരൂ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. വെറുതെ നിങ്ങൾ എന്തിനാ അങ്ങനെ വെറുതെ, ഞങ്ങൾ ഇത് വായിച്ചാൽ മാത്രം മതിയോ? 5 പൈസ നിലവില്ല. അച്ഛാനി നാളെ തൊട്ട് തരാനായിരിക്കും. ശ്രദ്ധിക്കൂ. അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഓറൽ ട്രഡീഷൻ ആയിരുന്നു, വാമൊഴിയായിട്ടുള്ള അറിവ് പകർന്നത്. അപ്പൊ യേശുവിന്റെ പ്രസംഗങ്ങൾ, യേശുവിന്റെ ജീവചരിത്രങ്ങൾ, യേശു ചെയ്തതൊക്കെ അത്ഭുതങ്ങൾ, യേശുവിന്റെ ഉപമകളൊക്കെ കേട്ടവര് അപ്പുറത്തോട്ട് പോയി അല്ലെങ്കിൽ അവരുടെ ആൾക്കാരോട് പോയി പറയാറുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ അമ്മച്ചിമാരൊക്കെ കഥകൾ പറയാറുണ്ട്. അവരെന്തോ പകലിരുന്ന് എഴുതിയത് രാത്രി വന്ന് നമ്മളോട് പറഞ്ഞു തന്നെയാണോ? അല്ല, അവരുടെ അപ്പച്ചനോ അമ്മച്ചിയോ പറഞ്ഞു കൊടുത്തതാണ്. മനസ്സിലാണോ? ഇതുപോലെ ട്രഡീഷനായി അഥവാ നൂറ്റാണ്ടുകളെ കർത്താവിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരുന്ന സന്ദർഭം മുതൽ നിലവിലുണ്ടായിരുന്ന അനുഭവങ്ങൾ, അവസ്ഥകളെല്ലാം ദൈവസഭയുടെ ലൈവായിട്ട് കണ്ടവരും എല്ലാം ഉണ്ട്. അവർക്കറിയാം. നമുക്കറിയാം, മറിയ യേശുവിന്റെ ജനനം മുതൽ ദൃക്സാക്ഷിയായവളാണ്. മറിയെ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ ദൈവസഭയുടെ ആരംഭത്തിൽ 120 പേരോടുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ബാക്കിയുള്ളവർക്ക് യേശുവിനെ കുറിച്ചുള്ള ബർത്ത് എങ്ങനെയായിരുന്നു, എവിടെ വെച്ചായിരുന്നു, എപ്പോഴായിരുന്നു, എന്താണെന്ന് ഇതെല്ലാം ആരും കൂടെ കിട്ടിയതാ. മറ്റാരിൽ നിന്നല്ല, മറിയെ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാതെ പോയി ഇന്നത്തെ പോലെ ലേബർ റൂമിൽ ക്യാമറ വെച്ച് ഫോട്ടോയും വെച്ച് വാട്സാപ്പിൽ കൂടെ പരിപാടിയൊന്നും അന്നത്തെ ഇല്ലായിരുന്നല്ലോ. മനസ്സിലാവുന്നത്? ഈ മത്തായിക്കോ ലൂക്കോസിനോ അവർക്ക് യേശുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു എന്നൊക്കെ എഴുതുവാൻ പ്രധാനപ്പെട്ട സോഴ്സ് എവിടുന്ന് ചോദിച്ചാൽ ഒന്ന് ഈ വാമൊഴിയായിട്ടുള്ള അറിവാണ് പകർന്നിരുന്ന. മറ്റ് ദൃക്സാക്ഷിയായി കണ്ടവർ അവർ കണ്ടത് പറയുമായിരുന്നു. നമുക്കറിയാം, ഈ പണ്ട് കാലഘട്ടത്തിലെ മൈക്ക് സിസ്റ്റം ഒക്കെ വരുന്നതിന് മുൻപ് നമ്മുടെ കൺവെൻഷനുകളിൽ ഏറ്റുപദേശി ഉണ്ടായിരുന്നു. പിന്നീടത് ഈ സമയം കൊല്ലാൻ വേണ്ടി മൈക്കൊക്കെ ഉണ്ടായിട്ടും ഒരാളെ കൂടെ ഉപദേശിമാർ നിർബന്ധിച്ച് നിർത്തുന്ന പരിപാടിയുണ്ട്. അപ്പൊ പുള്ളിക്ക് 1/2 മണിക്കൂർ പ്രസംഗിച്ചാൽ മതിയല്ലോ. 1 മണിക്കൂർ കൊടുത്താൽ 1/2 മണിക്കൂർ മറ്റേ ആൾക്കും കൊടുക്കണ്ടേ? 2 പ്രസംഗം. ഈ ട്രാൻസ്ലേഷനൊക്കെ വരുമ്പോൾ ദൈവമക്കൾ പറയാറുണ്ട്, 2 പ്രസംഗം കേൾക്കാൻ ഇന്ന് ഭാഗ്യം ലഭിച്ചത്. അതായത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് സായിപ്പിന്റെയും പ്രസംഗം ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റി. മറ്റേ മലയാളത്തിലേക്ക് പോകുന്നവർക്ക് മലയാളം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇല്ലാതെ വരുമ്പോൾ പുള്ളിയുടേതായ ഒരു അർത്ഥം ഉണ്ടാക്കിയാണ് പുള്ളി ഒരു പ്രസംഗം തന്നെ പൂർണ്ണം. ഇതുപോലെ ഇങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയ കർത്താവ് ഈ മലയുടെ ഭാഗങ്ങളിലൊക്കെ ഗിരിപ്രഭാഷണം നടത്തിയപ്പോൾ വലിയ പുരുഷാരമാണ് കർത്താവിന്റെയൊക്കെ പ്രസംഗം കേൾക്കാൻ വന്നത്. നമ്മുടെ ഉപയോഗം പോലെ അല്ലല്ലോ. കർത്താവിന്റെ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇത്രയും പേര്, ഞാൻ ചോദിച്ചത് കർത്താവ് ഇത്രയും പേര് കേൾക്കാൻ വേണ്ടി കടന്ന് അലറി കൂവിയെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഇനി എങ്ങനെ ഇത്രയും പേര് കേട്ടു? അറ്റ്ലീസ്റ്റ് ആ 5 അപ്പം കൊണ്ട് എത്ര പേരെയാണ്? 5000 പേര്. ഈ 5000 പേര് 2000 വാട്ടിന്റെ മൈക്ക് സിസ്റ്റം മൊത്തം കൂടെ ഇട്ട് കഴിഞ്ഞാൽ കേൾക്കുമോ? ജോസ് ബ്രദർ അത്രയും പോവോ? 5000 പേരൊക്കെ. അന്നത്തെ കാലത്ത് അന്നൊന്നും ഇതൊന്നുമില്ല. നമ്മുടെ ഈ തൊണ്ടയ്ക്ക് ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ ചിലർക്ക് വേണേ വാദിക്കാം, ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഗംഭീരമുള്ളവരായിരുന്നു കർത്താവിന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി എങ്ങനെ ഇത് ഇത്രയും പേർക്ക് കേട്ടത്? അവര് 3 ദിവസം അവിടെ ഇരുന്നൊക്കെ എങ്ങനെയായി? അതിന് ചെയ്തുകൊണ്ടിരുന്ന രീതിയുണ്ട്, ഒരു മെതേഡുണ്ട്. എന്താ മെതേഡ് എന്ന് വെച്ചാൽ ചുമ്മാതൊന്നുമല്ല ഈ 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തത്. ഇങ്ങനെയുള്ള പർപ്പസ് ഉണ്ടായിരുന്നു. ഒരു 10ഓ 50ഓ പേർക്ക് ഇടവിട്ട് ഈ 12 പേരെ നിർത്തി കാണണം. കർത്താവ് ഇവിടെ പ്രസംഗിച്ചു തുടങ്ങിയാൽ ഇത് കേൾക്കുന്ന പത്രോസ് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളി അത് എടുത്ത് പറയും. അത് അടുത്ത ആള് അവിടെ പറയും. അതങ്ങനെ പോകും. ഒരുപക്ഷെ അങ്ങനെ ആകാം. ഏറ്റുപദേശിന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ലേ? ഇതുപോലെ അന്നത്തെ കാലത്ത് മൈക്ക് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് അന്ന് പിതാക്കന്മാർ കണ്ട ഒരു മാർഗമായിരുന്നു.
ആദ്യത്തെ പ്രസംഗിക്കുന്ന ആളുടെ വ്യക്തത ഒരുപക്ഷെ പുറകിലിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ കഴിയത്തില്ലെങ്കിൽ അതിനെ ഒന്ന് ഏറ്റു പറയുവാൻ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതുപോലെയുള്ള സംവിധാനങ്ങളായിരിക്കാം അന്ന് ചെയ്തത്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇത് ലൈവായിട്ട് കേട്ടതും ഇവർ അനുഭവിച്ചതും ഇവർ കണ്ടതുമൊക്കെ അടുത്ത തലമുറയോട്, അടുത്ത കേൾക്കാത്തവരോടോ കാണാത്തവരോടോ ഇവർ നിശ്ചയമായിട്ടും എന്ത് ചെയ്ത് കാണും? ഒന്ന്, ഈ സുവിശേഷകന്മാർക്ക് ലഭിക്കപ്പെട്ടതായ സോഴ്സ് അൺനോണൊന്നും ആകാൻ സാധ്യതയില്ല. അപ്പോൾ ലഭിച്ചത് ഒന്ന് ഈ രീതിയിലായിരിക്കാം. രണ്ട്, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വാമൊഴിയായിട്ടുള്ളതാണെങ്കിൽ രണ്ട്, നേരിട്ട് ഇതിന്റെ അനുഭവസ്ഥരിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കാം. നമുക്കറിയാം മത്തായി നേരിട്ട് അനുഭവിച്ചവരാണ്, അല്ലെ? കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു മത്തായി, അല്ലെ? മത്തായിയുടെ സുവിശേഷത്തിൽ താൻ ഒരുപക്ഷെ എഴുതുമ്പോഴെല്ലാം ആ കാര്യങ്ങളൊക്കെ താൻ നേരിട്ട് കണ്ട ആ അറിവിൽ തന്നെ ആയിരിക്കാം എഴുതുന്നത്. മർക്കോസിനെ എങ്ങനെ എഴുതും? മർക്കോസ് കർത്താവിന്റെ ശിഷ്യനല്ലായിരുന്നു, പക്ഷെ മർക്കോസ് പത്രോസിന്റെ ഒക്കെ ശിഷ്യനായിരുന്നു, പത്രോസിന്റെ കമ്പാനിയനായിരുന്നു, സഹകാരിയായിരുന്നു. ബർന്നബാസിന്റെ കൂടെയൊക്കെ മിഷൻ പ്രവർത്തനങ്ങളിൽ പോയിരുന്നു അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ. അതിനു മുൻപ് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു മർക്കോസ് അത് മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തിയിലുമുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു കസിനായിരുന്നു പത്രോസിന്റെ മർക്കോസ്, മനുഷ്യന് പെങ്ങളുടെ മകൻ എന്നൊക്കെയാണ് നമുക്ക് കാണാൻ. അപ്പോൾ ആ നേരിട്ടുള്ള പത്രോസിൽ നിന്നുള്ള അറിവ് എഴുതിയ സന്ദർഭത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ അങ്ങനെയുള്ള അറിവ് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉപയോഗിക്കാൻ കഴിയും. ലൂക്കോസും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പൗലോസിന്റെയും കമ്പാനിയനായിരുന്നു. ഇവരെല്ലാം ആ നിലയിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് ലഭിച്ച ഈ നേരിട്ടുള്ളവരുടെ അറിവ്, അവരിൽ നിന്ന് കേട്ടത് ഇവർക്ക് എഴുതുവാൻ തന്നെ. പിന്നീട് നമുക്ക് മൂന്നാമത് കാണാൻ കഴിയുന്നത് അനവധി നാം മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ക്രിസ്തമായ രേഖകൾ കാലഘട്ടം നാം ശ്രദ്ധിക്കുക. പഴയ കാലഘട്ടം മുതലേ രേഖപ്പെടുത്തുന്ന പതിവുണ്ടായിരുന്നു, അല്ലെ? നമുക്കറിയാം രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പറയുന്നതൊക്കെ എഴുതുന്ന ചരിത്രങ്ങൾ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. നമുക്കറിയാം രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ ഇതെല്ലാം എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ കുറിച്ചുള്ള ഒരു ബയോഗ്രഫി അല്ലേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവർ അന്നു മുതലേ ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നുവെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ നിശ്ചയമായിട്ടും ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചില ഹ്രസ്വമായ ഷോർട്ടായിട്ടൊക്കെ ഒരു ബയോഗ്രഫി എഴുതി വെച്ചേക്കുമായിരിക്കും. അവരാരും പ്രസിദ്ധീകരിക്കുവാനോ ഈ നിലയിലേക്ക് മാറുവാനോ ഉദ്ദേശിച്ചല്ല. ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ ദൈവമോ ദൈവാത്മാവോ തോന്നിപ്പിച്ചു കാണും എഴുതി സൂക്ഷിക്കുവാൻ. അങ്ങനെയുള്ള ഒരുപക്ഷെ ഹ്രസ്വമായ രേഖകളിൽ നിന്ന് ഇവർക്ക് എടുത്ത് സുവിശേഷം എഴുതിയപ്പോൾ സഹായകരമായിട്ട് ഒരുപക്ഷെ മാറിക്കാണും. നാലാമത്തേത് നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തിന്റെ ആത്മാവാണ് ഇവയെ ഈ നിലയിൽ ആക്കി, അല്ലെ? പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ആത്മാവാണ് സകല തിരുവഴുത്തുകൾ എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ദൈവത്തിന്റെ വചനത്തെ ഈ രീതിയിൽ എഴുതപ്പെടുവാൻ സഹായിച്ചത്, അല്ലെങ്കിൽ ഈ രീതിയിൽ അതിനെ ഒന്ന് രേഖയിലാക്കുവാൻ തക്കവണ്ണം സഹായിച്ചത് മറ്റൊന്നുമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പൊ ഈ പ്രധാനമായ 4 കാരണങ്ങളാൽ ആകാം ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് പിന്നീട് അത് മാറുവാൻ ഇടയായത്. ഇവരെ എങ്ങനെ എടുത്തു, ആരെടുത്തു, അങ്ങോട്ട് കോപ്പി അടിച്ചു, ഇങ്ങോട്ട് കോപ്പി അടിച്ചു എന്നുള്ളതല്ല. ഇങ്ങനെയുള്ള സോഴ്സുകളാകാം, ഇങ്ങനെയാകണം ഇവരെ എഴുതുവാനായിട്ട്, ഇവരെ സഹായിക്കുവാൻ, ഇവരെ സഹായിച്ചതായ കാര്യങ്ങൾ ഈ പറയപ്പെടുന്നതായിരിക്കുമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം വരുവാൻ തക്കോണം ഇടയായി തീർന്നു. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന 1-2 യാഥാർത്ഥ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 91% മർക്കോസിന്റെ സുവിശേഷത്തിലെ ഭാഗങ്ങൾ
നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാനായിട്ട് കഴിയും. ഒരു 91% സംഭവങ്ങളെല്ലാം മർക്കോസിന്റെ സുവിശേഷത്തിൽ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതിലൊരു 91% മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു 53% ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ 3 സുവിശേഷങ്ങളും നാം ഒന്ന് എടുത്തു നോക്കിയാൽ അല്പമായ ചില വ്യത്യാസങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലൂക്കോസ് പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി കൊടുത്ത് എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നു. കാരണം ആ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ ഒരർത്ഥത്തിൽ പറയുന്നത് ഗോസ്പൽ ഓഫ് പ്രയർ എന്ന, പ്രാർത്ഥനയുടെ സുവിശേഷം എന്നാണ്. 1-ാം അധ്യായം മുതൽ പ്രയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഗ്രന്ഥകർത്ത രചന എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. സക്രിയാവിൻ്റെതായ സംഭവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മറ്റൊരിടത്തും കാണാൻ കഴിയുന്നില്ല. യേശു സ്നാനപ്പെടുന്നത് മർക്കോസിലും മത്തായിലും കാണാൻ കഴിയുമ്പോൾ ലൂക്കോസ് മാത്രം എടുത്ത് സൂചിപ്പിക്കുന്ന ഒരു പദമുണ്ട്, എടുത്ത് വ്യക്തമായി പറയുന്നുണ്ട്. യേശു പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പ്രാവ് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആമേൻ വന്ന് ആവസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവ് മറുരൂപ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടു എന്ന് മറ്റു 2 പേരും എഴുതുമ്പോൾ ലൂക്കോസ് മാത്രം എടുത്ത് പറയുന്നുണ്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ലൂക്കോസിൽ മാത്രം കാണും. ഇതുപോലെ ചില ഭാഗങ്ങളിൽ ഒരു ഡിഫറൻസിയേഷൻ, നമുക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു യൂണീക്ക്നെസ് മറ്റ് ആർക്കും ഇല്ലാത്തതുപോലെ ഓരോരുത്തർക്ക് അവരവർക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടിനനുസരിച്ച് അതിനെ ആ നിലയിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം കൂടെ നാം പരിശോധിക്കുമ്പോൾ ഇവയുടെ ഒരുമിച്ച് ഉള്ളതായ ഒരു സമ്മേളനമുണ്ട്. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടെ നാം ഓരോ നിലയിൽ മനസ്സിലാക്കി പഠിക്കുവാനായിട്ടാണ് നമ്മളിനി ഇതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിനിയും ഓരോ സുവിശേഷങ്ങളെ നമ്മളൊന്ന് ഡിവിഷൻ ചെയ്ത് പഠിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മളൊരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് മാത്രമാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത്. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവൈൻ ചെയ്യാൻ പോവുകയാണ്. ഏത് പദത്തിൽ നിന്ന്, ഏത് വാക്കിൽ നിന്നാണ്, ഏത് ഭാഷയിലെ വാക്കാണ് ഈ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പേര് ലഭിക്കുവാൻ ഇടയായത് എടുത്തത്? ഗ്രീക്ക് വാക്കിൽ നിന്ന്. അത് ഏതാ? ഇന്നെന്നും ഓപ്റ്റിമായെന്നോ ഓപ്റ്റിക് എന്നോ നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വ്യൂവിംഗ് ടുഗദർ അല്ലെങ്കിൽ സീയിങ് ടുഗദർ എന്നാണ്. ഒരേപോലെ ഒരേ വീക്ഷണത്തിൽ കാണുക എന്നുള്ള അർത്ഥമാണുള്ളത്. ഇനി ഏതൊക്കെയാണ് ഈ സമവീക്ഷണ സുവിശേഷങ്ങൾ? ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലപ്രവൃത്തിയോ? പിന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ് അല്ലെ? ഇനി ഇതിനകത്തെ പ്രശ്നങ്ങൾ എന്താണ്? ഇതിനകത്തെ യൂണീക്നെസ് എന്താണ്? ഇതിനകത്തെ വീക്ഷണം ഒരേപോലെ ഉള്ളത് എങ്ങനെയൊക്കെയാണ്? നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നു? നമ്മൾ പഠിക്കുമല്ലേ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസന്റേഷൻ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരേ വീക്ഷണത്തിൽ നമുക്ക് ഇവ 3 പേരുടെയും കാണുവാനായിട്ട് കഴിയുന്നു. പിന്നെ എന്തെങ്കിലും പുതിയ ഏതെങ്കിലും അറിവാർക്കെങ്കിലും ഇപ്പോൾ പിടിച്ചത്? നമ്മളെ ദൈവദാസന്മാരൊക്കെ പറയുന്നത് ഞാനിപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറയുന്ന പോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അറിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറിവുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? പറഞ്ഞോ. ആർക്കും ഇല്ലേ? എന്താ പറഞ്ഞോ. ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു? സിനാപ്റ്റിക് പ്രോബ്ലം എന്തുവായിരുന്നു? സമവേശന പ്രശ്നം എന്നാൽ എന്താ? പിന്നെ ഇത്രയും നേരം ഞാനിക്കുന്നത് കൊണ്ടയച്ചത് വല്ല പ്രയോജനമുണ്ടെന്ന് അറിയണ്ടേ? അതിനു വേണ്ടി പറഞ്ഞോ. ശരിയാ, തെറ്റാണെങ്കിലും പറഞ്ഞു. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഇതിനകത്തെ സോഴ്സ് അല്ലേ, ഇവര് എവിടെ നിന്നാണ് ഈ സുവിശേഷം ഈ രീതിയിൽ എഴുതുവാനായിട്ട് എടുത്തത്? ഇവർക്ക് എവിടെ നിന്ന്, എവിടെ, എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടായത്? ആരും കൂടെ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവസാനമായിട്ട് നമുക്ക് ഇതിനൊരു കൺക്ലൂഷനായിട്ട് കൊണ്ടുവന്നാൽ സാധിക്കാം? എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതന്റെ അഭിപ്രായം, അത് എല്ലാവരും അംഗീകരിക്കത്തക്ക, അതെന്തായിരുന്നു അഭിപ്രായം? എന്തായിരുന്നു? എത്ര എണ്ണം ഉണ്ടായിരുന്നത്? 4. അതെ. ഒന്ന് നേരിട്ടുള്ള അറിവ്, 2 ആ വഴിയായിട്ടുള്ള അറിവ്, 3 ക്രിസ്തുരേഖകളിൽ നിന്ന്, പിന്നെ 4-ാമത്തേത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയായത്. ഇതിൽ 4 7 നമ്മൾ വിശ്വസിക്കുന്നത് ആണ്. നമ്മളെല്ലാം 4 അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നു. പറഞ്ഞു 4 കൊടുത്തോട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വേദപുസ്തകം എഴുതുമ്പോൾ ഒരു മനുഷ്യന്റെ കൈകടത്താൻ വന്നിട്ടില്ലേ? മാനുഷികമായി എഴുതാൻ വന്നിട്ടില്ലേ? അറിവ്, ഉപദേശത്തിന് വായ്മൊഴി ഉപദേശം, ഒക്കെ കൂടി ക്രോഡീകരിച്ച് എഴുതുമ്പോൾ മാനുഷിക കൈകടത്തൽ ആ വേദപുസ്തകം വന്നിട്ടില്ലേ? ആ ചോദ്യത്തിനുള്ള മറുപടി ദൈവവചനം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകം ദൈവത്തെക്കുറിച്ചുള്ള അരുളപ്പാട്, ദൈവത്തിൻ്റെതായ അരുളപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ളത്. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, പ്രവാചക വാക്യങ്ങളൊക്കെ അതിൽ സ്ഥിരമായിട്ടാണ്. ഒന്നും മനുഷ്യന്റെ അഥവാ പുരുഷന്റെ ഇഷ്ടത്താലോ ചിന്താഗതിയിലോ ഒന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ, പ്രേരണയാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെ? എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യത്തിനായിട്ട് ഒരുവനെ നിയോഗിക്കുമ്പോൾ സമ്പൂർണമായും ദൈവിക ആത്മാവിന്റെ ഒരു നിയോഗമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഇത് ആരെ കുറിച്ച്, എന്താണ്, എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ വസ്തുത. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വർത്തമാനം, വസ്തുത എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായവും പ്രേരണയല്ലാതെ ആർക്കും ഇത് ഈ നിലയിൽ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ ക്രോഡീകരിച്ച് അതിനെ ഈ പറയുന്നത് പോലെ ഒന്നും മാറിപ്പോകാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാതെ അതിനെ ഒരു ഓർഡറിൽ കൊണ്ട് തീർക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവാണ് എല്ലാവിധത്തിലും എല്ലാം കൊണ്ടും സഹായമായി നിൽക്കുമ്പോൾ തന്നെ മനുഷ്യന് ദൈവം കൊടുത്ത ഓർമ്മയിൽ കൂടെ അവർക്കത് എഴുതുവാൻ സഹായിച്ചു. പക്ഷെ അതിന്റെ സമ്പൂർണമായിട്ടുള്ള സഹായകനായി നിന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഒരിക്കലും ഒരു ഭാഗത്ത് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്റെ ഹൃദയത്തിൽ തോന്നിയത് ഞാൻ എഴുതുന്നു എന്ന് ഒരാളും എഴുതിയതായിട്ട് സുവിശേഷങ്ങളിലോ ദൈവവചനത്തിലോ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അവർ എഴുതാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരെ ഓർമ്മപ്പെടുത്തിയത് എഴുതുകയായിരുന്നു. ഒരിടത്തും ഒരു സുവിശേഷകനും എഴുതിയിട്ടില്ല, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഞാനിത് അസ്യൂം ചെയ്യുകയാണ്, ഇത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു, ഈ ലോകത്തിലെ നിരവധി പുസ്തകങ്ങൾ ബ്രാക്കറ്റിലെങ്കിലും കൊടുക്കുന്നുണ്ട്, ഇത് അസംഷനാണ്. അല്ലെ? ഒരു വിഷയത്തെ കുറിച്ച് ആ എഴുത്തുകാരന് ഗ്രാഹ്യമില്ല എങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ ദൈവവചനം പരിശോധിച്ച് നോക്കിയാൽ ഒരിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതൊരു ഊഹാപോഹമാണെന്നോ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, കേൾവിയുണ്ട് എന്നൊന്നുമില്ല. ഓരോരുത്തരും എഴുതുമ്പോൾ വ്യക്തമായി ആധികാരികമായിട്ട് എഴുതിയിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ച് സംശയിക്കേണ്ട അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണമെന്നില്ല. പക്ഷെ ഈ നേരിട്ടുള്ള അറിവ് എന്നുള്ള അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിന്റെ ശിഷ്യന്മാരായ പ്രിയപ്പെട്ടവരിൽ കൂടെയുള്ള നേരിട്ടുള്ള അറിവ്. നമ്മൾ തന്നെ ഒരു കാര്യം തേർഡ് പാർട്ടിയോട് പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തിന്റെ ആധികാരികതയെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും, ഇത് വേറെ ഒന്നും കിട്ടിയതൊന്നുമല്ല, ഞാൻ നേരിട്ട്
എനിക്ക് വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് ഞാൻ കേട്ടിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് നമ്മൾ പറയാറില്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മളാ പറയുന്നത് കള്ളമാണെങ്കിലും വ്യക്തത വരുത്താൻ വേണ്ടി, അതിന് അത് ശരിയാ എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി. അതെ, ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് നേരിട്ടുള്ള അറിവെന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ, ഞാനത് ആ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത്, ജനനത്തെ കുറിച്ച് ഈ ആരും കണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. യോസേഫും മറിയയും മാത്രം ഉള്ളപ്പോഴാണ് യേശുവിന്റെ ജനനം നടക്കുന്നത്. ആണോ? പിന്നെ എങ്ങനെയാ അറിയാൻ? ഒറ്റ അറിവേ ഉള്ളൂ. ഒന്നി യോസഫ് മറിയയിൽ കൂടെയുള്ള അറിവാണ്. അപ്പൊ ആ അറിവ് എഴുതാമല്ലോ. എഴുതാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് മത്തായിക്കും മർക്കോസും ലൂക്കോസും ഓർമ്മപ്പെടുത്തി കാണും. മറിയ സാക്ഷ്യം പറഞ്ഞു കാണുമല്ലോ. നമ്മുടെയൊക്കെ ഇടയിൽ മറിയമാര് സാക്ഷ്യം പറയാൻ നിർത്തത്തില്ലല്ലോ. ഇതുപോലെ അന്നത്തെ കാലത്തെ യോഗം എന്ന് പറയുന്നത് ഇതുപോലെ സ്ലോട്ട് പിടിച്ച ഹോളുകളൊന്നും അല്ലല്ലോ. അവിടെ പാതിരാത്രി വരെയൊക്കെ ഒന്ന് പോകുമായിരുന്നു. ആരും പോകത്തില്ലായിരുന്നല്ലോ. ആർക്കും വീട്ടിൽ പോയിട്ട് വേറെ പണിയില്ല. എല്ലാവരും അവിടെ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ ഉത്ഭവിച്ച് നമ്മുടെ മൈൻഡിൽ തന്നെ നടത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഈച്ച പോയാൽ നമ്മൾ അവിടെ ഇങ്ങനെ നോക്കും, ആ ഈച്ച ആണാണോ പെണ്ണാണോ, അത് തേനീച്ചയാണോ അല്ലാത്ത ഈച്ചയാണോ, അത് ചോറയിൽ ഇരുന്നതാണോ അല്ലാത്ത വേറെ എവിടെയും ഇരുന്നതാണോ, ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കുന്നത് പോലെ ഒരു ദൈവവചന ഭാഗം എടുക്കുമ്പോൾ അവിടെ നിന്ന് ചിന്തിക്കണം. ആ ഭാഗം എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ കാരണമുണ്ടായി. 4 കാര്യങ്ങൾ ഒരു ദൈവവചനം പഠിക്കുന്ന പഠിതാവ് ഒരു വാക്യത്തിന്റെ മുമ്പിൽ, ഒരു വചനത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ്. ഹൗ, പിന്നെ വെൻ, വൈ, പിന്നെന്തുവാ. പ്രധാനമായിട്ട് ഈ 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ നമുക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ പോകും. ഇത് കർത്താവേ ഒരു വാക്യം വായിക്കണമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ യഹോവത്തിന്റെ അക്ഷയഭകൻ സർവശക്തിനോട് വാദിക്കുമോ, കർത്താവെ ഞാനിതാ ഇങ്ങനെ സന്നിധി താഴ്ത്തുന്നു. വചനവും വായിച്ചു, പ്രാർത്ഥിക്കേണ്ടതിന് പ്രാർത്ഥന. നമ്മൾ ഇതല്ല ഒരു ദൈവോധന പഠിതാവിനെ സംബന്ധിച്ച് ഒരു വേദഭാഗം എടുത്താൽ അല്ലെങ്കിൽ അവൻ വായിച്ചാൽ അവിടെ ഇരിക്കാൻ ശ്രമിക്കണം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്തവരെയാണ് സ്കോളേഴ്സ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മളെല്ലാം ഇങ്ങനെ പണ്ഡിതൻ പാമരൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അനൗൺസ്മെന്റ് ഒക്കെ നടത്തുമ്പോ ആ പുള്ളിക്ക് തന്നെ വേദപുസ്തകത്തിൽ എത്രത്തോളം എന്തൊക്കെയുണ്ട് എന്ന് പോലും തിട്ടമില്ല. ഒരു പ്രസംഗം എടുത്താൽ ആ വാക്യത്തോട് ഒരു നീതി പുലർത്താത്ത എത്രയോ ദൈവദാസന്മാരുണ്ട്. തുടങ്ങും, പിന്നെ ഉൽപ്പത്തിയിൽ നിന്ന് വരും. പണ്ട് ഒരു ഉപദേശി ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ച് പ്രസംഗിച്ച് 4 ആഴ്ച കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല. അവസാനം സഹിയിട്ട് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചൻ പറഞ്ഞു, എന്റെ ഭാഷ ഇന്നെങ്കിലും എറിഞ്ഞു കൊല്ലണം. ഇതല്ലേ നമ്മളെല്ലാം കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്. ഈ ചിന്താഗതികൾ നമ്മൾ അതിനായി ഈ വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജി ഒക്കെ ദൈവം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാൻ ഇടയായത്. നിങ്ങളെപ്പോലുള്ളവരെ, ഇവിടെയുള്ള ഈ രാജ്യത്തുള്ള ദൈവദാസന്മാരെ വചനം പഠിക്കുവാനുള്ളവരെ ഇരുത്തി ദൈവവചനത്തിന്റെ ഒരു ഔന്നത്യത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഞാനൊരു കാര്യം എന്നെ അങ്ങ് വിട്ടേക്കാം. ബാക്കിയുള്ള ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം എനിക്ക് നല്ല 100% ഉറപ്പാണ്. ദൈവവചനത്തോട് 100% നീതി പുലർത്തി തന്നെ അവർ വചനം പഠിപ്പിക്കുന്ന അഭിഷക്തന്മാരായ ദൈവദാസന്മാർ. ഞാൻ പഠിച്ച ഒരു ബൈബിൾ കോളേജിൽ ഞാൻ പറയുന്നത്, ഒരു സാറ് അവിടെ പഠിപ്പിക്കുന്നു. അതിന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസൻ ചോദിച്ചു, ആ സാറിന് പഠിക്കാനാണോ ഇവിടെ വന്നത്, അതോ ഞങ്ങളെ പഠിപ്പിക്കാനോ വന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലും വ്യക്തത വരുന്നില്ല പഠിപ്പിക്കുന്നത് എന്തുമാണ്. അങ്ങനെ ഞങ്ങൾ ചോദിക്കേണ്ടി വന്നു, സാറ് പഠിക്കാനാണോ വന്നത് അതോ ഞങ്ങളെ പഠിപ്പിക്കാനാണോ? അത് ചോദിക്കാൻ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇവിടെ നിന്ന് 3 വർഷം പഠനം കഴിഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ
നിങ്ങൾക്ക് പണ്ട് പറയുന്ന പോലെ 4 കാല് നിൽക്കാൻ പറ്റുമെന്നുള്ളത് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അല്പമെങ്കിൽ, എല്ലാം നമുക്ക് പൂർണ്ണരാകാനല്ല, ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു സെൽഫായിട്ട് നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. അതിന് യാതൊരു സംശയവും. യേശുക്രിസ്തുവിന്റെ ബന്ധപ്പെട്ട തന്റെ ശിഷ്യന്മാരെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ലഭിച്ച അറിവ്, ആ അറിവ് നിശ്ചയമായിട്ടും യൂസ് ചെയ്തേ പറ്റും. 2, ആ കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ എഴുതി സൂക്ഷിക്കാവുന്ന സാഹചര്യങ്ങളോ സജ്ജീകരണങ്ങളോ ഒന്നും സംവിധാനങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടേതായ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെ വാമൊഴിയായിട്ട് ഇതാ പലതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുക പതിവായിരുന്നു. അതേ പാറ്റേൺ ഇവിടെയും നമുക്ക് അവർ യൂസ് ചെയ്തതാണ്. അവർ പരിശീലിച്ചു വന്നത് സുവിശേഷം എഴുതുവാൻ നേരത്തെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. ആ നിലയിൽ നിങ്ങൾ എടുക്കാൻ. 3-ാമത്തേത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു, ലഭിക്കപ്പെട്ടതായ ഏതെങ്കിലും രേഖകൾ ഉണ്ടായിരിക്കാം, ഉണ്ടാകത്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം പഴയ കാലഘട്ടം മുതലേ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു, എല്ലാവരുടെയും ബയോഗ്രഫികൾ എഴുതി സൂക്ഷിക്കാറുണ്ട്. വേദപുസ്തകത്തിൽ തെളിവുണ്ട്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അവരുടെയൊക്കെ ആ രേഖകളൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും നിലയിൽ ഒരുപക്ഷെ സംശയത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോ അവർക്ക് വേണമെങ്കിൽ ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഏറ്റവും പരമപ്രധാനമായത് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. നമുക്കറിയാം, അതിനൊരു വ്യക്തമായ ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസിനെ. കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്നൊക്കെ പറഞ്ഞ് കൊരിന്ത്യലേഖനം 11-23 വാക്യങ്ങളിൽ പറയുമ്പോൾ, താൻ പെസഹായുടെ രാത്രിയിൽ 12 ശിഷ്യന്മാരോടുകൂടെ ഉൾപ്പെട്ടവനെ പോലെയാ ഒരു വാക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ആർക്കും തോന്നുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ആ സമയത്ത് അവിടെ ഇല്ല, ആ ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു, താൻ രക്ഷിക്കപ്പെട്ട ശേഷം 3 കൊല്ലം അറബിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫ്രാൻസ് യോർദാന്റെ ഭാഗങ്ങൾ, പെട്രായുടെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിലെ മരുഭൂമിയിൽ പോയി താൻ 3 വർഷം ദൈവവുമായിട്ട് വ്യക്തമായ ബന്ധത്തിലായിരുന്നു. ദൈവം തനിക്ക് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ ഒരു ക്ലാരിഫിക്കേഷനിൽ കൂടെയാണ് യേശുവിനെ കുറിച്ച് എന്തെങ്കിലും താൻ എഴുതുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് വ്യക്തമായി ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്തെങ്കിലും ചോദിച്ചു? പ്രോബ്ലംസ് പറയാനുള്ള കാര്യമുണ്ട്. കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? ഒരാൾ പറഞ്ഞത് കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? ഈ കോൺട്രഡിക്ഷനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ, എന്തുകൊണ്ട് മർക്കോസ് ക്രോണോളജി ഒന്നും എഴുതുന്നില്ല? എഴുതിയതുമായിട്ട് ഒന്നും, കാരണം അതാ ഞാൻ ആദ്യം പറഞ്ഞ്, മർക്കോസിലെ സുവിശേഷത്തിലെ 91% 91% വിഷയങ്ങൾ, സംഭവങ്ങൾ മത്തായിയുണ്ട്. ലൂക്കോസിൽ ഏറെക്കുറെ മർക്കോസിന്റെ സുവിശേഷത്തിലെ 53%. അതേപോലെ വാക്കുകളിൽ വ്യത്യാസമുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കും. ഇനി ഓരോ സുവിശേഷങ്ങളിലേക്ക് നമ്മളൊന്ന് കീറി മുറിച്ച് പഠിക്കുവാനായി പോകുമ്പോൾ അതിന്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വാക്കുകൾക്ക് വ്യത്യാസം വന്നു, ചില ആശയങ്ങൾക്ക്, ചില സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ അവിടെ പഠിക്കാൻ പോകും. സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത് ഇവരുടെ സോഴ്സ്. ഇതെങ്ങനെ ഇവരിത് എഴുതി ഒരേപോലെയുള്ള ഒരു വീക്ഷണത്തിൽ സുവിശേഷം ഈ രീതിയിൽ എഴുതുവാൻ കാരണം ആരാണ് ആദ്യം എഴുതിയത്? അങ്ങനെ ആദ്യം എഴുതിയത് ഇന്ന ആളാണെങ്കിൽ മറ്റു 2 പേര് ഈ സോഴ്സ് ഉപയോഗിച്ചോ? മനസ്സിലാവുന്നുണ്ടോ? ഈ മത്തായിയാണ് ആദ്യം എഴുതിയെങ്കിൽ മർക്കോസും ലൂക്കോസും സുവിശേഷം എഴുതാൻ നേരത്ത് മത്തായിയുടെ സുവിശേഷം നോക്കിയാണോ എഴുതിയത്? അല്ല, മർക്കോസ് ആണ് സുവിശേഷം ആദ്യം എഴുതിയതെങ്കിൽ, കാരണം ആദിമ സഭ ഒരു 4-5 നൂറ്റാണ്ട് വരെ മത്തായിയുടെ സുവിശേഷമായിരുന്നു ആദ്യം എഴുതിയതായിട്ട് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നമുക്ക് പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം ആദ്യം വരാനിടയായി.
ആദിമസഭയുടെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷേ കാലം വെച്ച് നോക്കുമ്പോൾ മർക്കോസാണ് ആദ്യം എഴുതുവാനിടയാണ്. അപ്പോൾ പ്രധാന പ്രശ്നം ഇതാണ്, ഇവർക്ക് ഇത് എങ്ങനെ എഴുതാനുള്ള സോഴ്സ് മെറ്റീരിയൽസ് എങ്ങനെ ലഭിച്ചു? അങ്ങനെ എന്തെങ്കിലും ലഭിച്ചെങ്കിൽ അതേതാ? അങ്ങനെയാണ് ഇവർ നിഗമനത്തിലെത്തിയത്. ജർമ്മൻ വേർഡ് നമുക്കവിടെ കാണാം, ക്യൂലെ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചത് സോഴ്സ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അൺനോൺ സോഴ്സ് അഥവാ ആരെങ്കിലും എഴുതി വെച്ചതോ യേശുവിനെ കുറിച്ചുള്ള ഒരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ലൂക്കോസ് നാം എടുത്തു നോക്കി വായിച്ചാട്ടെ, ലൂക്കോസിന് ശേഷം 1-ാമത്തെ അധ്യായത്തിലെ 1-ാം വാക്യം വായിച്ചാട്ടെ. ആദ്യമുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേറ്റതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു തരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം സമർപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നു. ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് സിസ്റ്റമാറ്റിക് ആയിട്ടെന്നാ ഉപയോഗിക്കാൻ കഴിയുന്നത്. ക്രമമായിട്ട് ചുമ്മാ എന്താണ് എഴുതുകയല്ല, അതിനൊരു റിസർച്ച് സ്റ്റഡി നടത്തിയെന്ന നമുക്കതിന്റെ ഒരു ശരിക്കുമുള്ള റൂട്ട് മീനിങ്ങിലേക്ക് പോയാൽ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. ഈ ലൂക്കോസ് ആരാ? ഫിലിപ്പിയ ലേഖനത്തിലേക്ക് പൗലോസ് വളരെ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ വാസ് എ ഡോക്ടർ, ഒരു വൈദ്യനായിരുന്നു. അപ്പൊ റിസർച്ച് സ്റ്റഡി നടത്താൻ കഴിവുള്ള കേപ്പബിൾ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അനവധി പേര് ഇതിനു മുൻപ് എന്തോ ചെയ്യാൻ ശ്രമിച്ചു, തുനിഞ്ഞിരുന്നു. എന്തിനെ കുറിച്ചാ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ എന്തിനെ കുറിച്ചുള്ള വർത്തമാനം അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അതാണല്ലോ അതിനകത്തുള്ളത്. ആ വർത്തമാനത്തെ കുറിച്ച് തിയോഫിലസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു റോമൻ വിശ്വാസി, പൗരനായ ഒരു ദൈവവൈദ്യനായിരിക്കാം. തിയോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗോഡ് എന്ന ദൈവം. ഫിലിയോസ് എന്നുള്ളത് സ്നേഹിതൻ, ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന അർത്ഥത്തിൽ ഒരു മനുഷ്യനാണ്. ഒന്നുകിൽ അദ്ദേഹം ഒരു ഗവൺമെന്റ് ഒഫീഷ്യലോ ആ കാലഘട്ടത്തിലെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു മാന്യനായ വ്യക്തിയായിരിക്കാം. അതുകൊണ്ടാണ് തന്റെ 2 എഴുത്തുകളിൽ അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസാണ് എഴുതിയത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ഈ പേര് നമുക്ക് കാണാൻ കഴിയുന്നു. അഭിസംബോധനയെ ഒരു ഇൻട്രോഡക്ടറി പാർട്ടിൽ ആ മനുഷ്യനെ വെൽക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വന്ദനം ചെയ്തുകൊണ്ട് എഴുതുകയാണ്. ശ്രീമാനായ തിയോഫിലോസ് എന്ന് പറയുമ്പോൾ സംഭവം ഈ അദ്ദേഹം ആരാ? ബഹുമാനിക്കപ്പെട്ടതായ, ബഹുമാനം അർഹിക്കുന്നതായ ഒരു മനുഷ്യനാകാം, ഒരു ദൈവത്തിന്റെ ദാസൻ എന്നുള്ള നിലയിലാകാം. അപ്പോൾ നിനക്ക് കിട്ടിയ വർത്തമാനത്തിൽ, വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ വർത്തമാനത്തെ കുറിച്ച്, ഈ വിഷയത്തെ കുറിച്ച് പലരും എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം ചമപ്പാൻ. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ വാക്യത്തിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, അതിന് മുൻപ് തന്നെ ഒത്തിരി കാര്യങ്ങൾ റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പോഴാണ് പ്രശ്നം വരുന്നത്, ഏത് സോഴ്സ് എടുത്തത്, എന്താ ഈ റൈറ്റിംഗ്സ് ആണോ? അപ്പോൾ അങ്ങനെയാണ് ഈ റൈറ്റിംഗ്സ് എന്തുകൊണ്ട് ഇതിനകത്തേക്ക് ആ നിലയിൽ അതിനെ ഉൾപ്പെടുത്തിയില്ല? അതാണ് സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിനകത്തെ പ്രശ്നമെന്നല്ല, അതിനകത്തെ നമ്മളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വരുന്നുണ്ട്. എല്ലാം കൂടെ നിങ്ങളുടെ തലയെ തന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച നിങ്ങൾ ഇതിനകത്ത് 10 പേര് വരും. അതുകൊണ്ടാണ് ഇച്ചിരിയായിട്ട് തരുന്നത്. ഇപ്പൊ തന്നെ ഇതൊന്ന് പഠിച്ചു കിട്ടിയാൽ മതി, പരീക്ഷയൊക്കെ വരുമ്പോൾ നമ്മൾ കാണാം. പലരെയും കഴിഞ്ഞ ആഴ്ച സഭയിലെ സാക്ഷിയൊക്കെ എടുത്ത് തകർത്തുന്നതാണ് എവിടേക്ക്. എന്നിട്ട് നമുക്ക് 5-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതുമായിട്ട് വളരെ സിമിലർ ആണ്. സാർ അതുകൊണ്ട് ഇങ്ങനെയും കൂടെ അതോടെ ഒന്ന് കമ്പയർ ചെയ്തോളെ എന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻസർ എഴുതുക, ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് ഈ ഫസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് അങ്ങനെയൊക്കെ ചെയ്തത്, പിന്നീടുള്ളവരൊന്നും ആർക്കും പ്രശ്നമില്ല. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ രീതിയിലൊന്നുമല്ല. അപ്പൊ നമുക്ക് ഈ പഠിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്നതെല്ലാം കയറിയോ ഇല്ലയോ എന്ന് അറിയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് എഴുതി തരുമ്പോഴാണ്, എഴുതി വെക്കുമ്പോഴാണ്. അവിടെയാണ് നമുക്ക് അറിയുന്നത് ഇത് എല്ലാം ഉണ്ടായിരുന്നോ ഇല്ലയോ. എനിവേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അതിലെല്ലാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മടങ്ങി വരാം. ഈ 3 സുവിശേഷങ്ങളിൽ നിന്ന് ഒരു സുവിശേഷം ഒരു വേർതിരിച്ചതുപോലെ വ്യത്യസ്തമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മറ്റൊന്നുമല്ല, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷമാണ്.
എന്താ ഈ യോഹന്നാന്റെ സുവിശേഷം ഇതുമായിട്ടൊരു കമ്പാരിസണൊന്നും വരാതെ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ കഴിയും? എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ അത് ആ നിലയിൽ അത് കാണാൻ കഴിയുന്നു? അത് യോഹന്നാന്റേതായ പ്രത്യേകത. നമുക്ക് യോഹന്നാന്റെ ലിറ്ററേച്ചർ എന്നുള്ള ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിൽ പോലും ഈ കമ്പാരിസൺ നമുക്ക് ഇത് യോഹന്നാന്റെ സുവിശേഷവും ഇതുമായിട്ട് യാതൊരു നിലയിലും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ടോട്ടലി ഒരു ഡിഫറന്റ് വ്യൂ പോയിന്റിലാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പ്രസന്റ് ചെയ്യുന്നത്. മൂന്ന് സുവിശേഷകന്മാരും യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നതിന് ഏറെക്കുറെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഒന്ന്, യോഹന്നാൻ യേശുവിന്റെ പ്രവർത്തനങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ഒത്തിരി പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ ഉപരി യേശു ദൈവമാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായി യോഹന്നാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇവരെല്ലാം യേശുവിന്റെ ഓരോ വ്യൂ, യേശുവിനെ കുറിച്ച് അവർ പ്രസന്റ് ചെയ്യുമ്പോൾ സിമിലാരിറ്റിയിൽ കൂടെ തന്നെ വ്യത്യസ്തമായ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ഒരുമിച്ചുള്ള ഒരേ ആശയങ്ങൾ, അത്ഭുതങ്ങളും ഇതെല്ലാം അതേപോലെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ യോഹന്നാൻ ടോട്ടലി വ്യത്യസ്തമായ ഒരു പ്രസന്റേഷനാ യേശു ക്രിസ്തുവിനെ. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്നത് നമുക്ക് നോക്കിക്കേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നിർത്തുകയാണ്. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കും. ഇപ്പോൾ ഈ കൊണ്ട് നിർത്തുന്നത് ലോകോ വചനം എന്ന് പറയുന്നത് ആദിയിൽ ഉണ്ടായിരുന്നത് അങ്ങ് പോകുകയാണ്. അപ്പോൾ അതിന്റെ തിയോളജിക്കൽ ലെവലിലേക്ക് പോകണമെങ്കിൽ ഉൽപ്പത്തിയുടെ അങ്ങോട്ട് പോകണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ച അതേ പദപ്രയോഗത്തിൽ അർത്ഥത്തില് ഇവിടെയും ആദി വരുന്നത്. അപ്പോൾ ഇൻ ദ ബിഗിനിങ് ആണ് എങ്കിൽ ഏത് ബിഗിനിങ്ങാ? ഒന്നുമില്ലാതിരുന്നപ്പോൾ ഭൂമിക്കോ ഭൂമണ്ഡലത്തിനൊന്നും അടിസ്ഥാനമൊന്നും ഇടാതെ ഒന്നുമില്ലാതെ അനാദി നിത്യതയിൽ ഉണ്ടായിരുന്നവനാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമം അത് ദൈവമെന്ന് പറയുമ്പോൾ ആ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി അതാ കൃപയും സത്യവും ജഡം അവതരിച്ചു, ജഡത്തിൽ അവതരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ പഴയ നിയമത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ദൈവം മറ്റാരുമല്ല, പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന നസ്രയനായ യേശു ക്രിസ്തു തന്നെ എന്നാണ്. കാരണം അവരുടെ വ്യത്യാസം ഭയങ്കരമാണ്. തിയോളജിക്കലി ഒത്തിരി ലെവൽ അങ്ങ് മാറി. ഇവരുടെ മൂന്ന് വ്യൂവേ അല്ല യോഹന്നാന്റെ ആ പ്രസന്റേഷൻ ടോട്ടലി. അതുകൊണ്ട് അത് വേറൊരു സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മുടെ പഠനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാനിൽ ഇല്ലാത്തത് അല്ല, ഈ സുവിശേഷകന്മാർ ഉൾപ്പെടുത്തിയത് ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോ മൂന്ന് സുവിശേഷങ്ങളിൽ യേശുവിന്റെ പരീക്ഷ നമുക്ക് കാണാൻ കഴിയുന്നു അല്ലെ. തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെയാണ് അല്ലെ. ആരും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പരീക്ഷിച്ചു മരുഭൂമിയിലായിരുന്നുള്ള. എല്ലാവരും സ്നാനപ്പെട്ട് കഴിഞ്ഞ അടുത്തത് ഇങ്ങനെയായിരുന്നു എന്ന് എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ? അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരം. മൂന്ന് സുവിശേഷകന്മാരുണ്ട്. യോഹന്നാൻ എഴുതിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ പരീക്ഷ എഴുതിയിട്ടില്ല. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത് പല പാരബിൾസ്, ഉപമകൾ. മൂന്ന് സുവിശേഷകന്മാർ അത് അങ്ങനെ തന്നെയൊക്കെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നു സർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം. മൂന്ന് സുവിശേഷകന്മാര് മത്തായി കുറച്ചും കൂടെ അതിനെ വേറൊരു നിലയിൽ അതിനെ പ്രസന്റ് ചെയ്ത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്യുക. കാരണം മത്തായി അതിനകത്ത് ഡയറക്റ്റ് ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ആളായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങളിൽ സർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം അത് ആ സിറ്റീസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, മത്തായി ആ സമയത്ത് കർത്താവിന്റെ ഈ പ്രസന്റ് കേട്ടോണ്ടിരിക്കുന്ന ആളായിരുന്നു. എന്നാൽ മർക്കോസും ലൂക്കോസും അന്ന് അവിടെ കേട്ടിട്ടില്ല. അവരതുകൊണ്ട് ആ നിലയിലല്ല പ്രസന്റ്, പക്ഷെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇങ്ങനെയെല്ലാം തിരുവായ് മൊഴി പറഞ്ഞു. അവർ പുരുഷാരത്തെ കണ്ടപ്പോൾ മലയിൽ കയറി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഗിരിപ്രഭാഷണം തന്നെ മറ്റുള്ളവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ യോഹന്നാൻ അതൊന്നും എഴുതുന്നില്ല. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നു യേശുവിന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. ഈ മൂന്ന് സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
എന്നാൽ ഇവിടെ യോഹന്നാനിൽ നമുക്കത് ഉൾപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, യേശു തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഭൂതങ്ങളെ ശാസിക്കുന്നതായിട്ട് പലയിടങ്ങളിൽ നമുക്ക് കാണാം, ഒന്നിലധികം, അനവധി. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്രയൊന്നും നമുക്ക് കാണാനേ കഴിയുന്നില്ല. വളരെ വളരെ ഒരെണ്ണം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, കർത്താവിന്റെ അന്ത്യ അത്താഴം, ആ ഒരു വിഷയവും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനേ കഴിയുന്നില്ല. ഈ പറയുന്നതൊക്കെ മറ്റു 3 സുവിശേഷകന്മാരും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് രേഖപ്പെടുത്തി. ഈ 3 പേരും എഴുതാത്തത് അല്ലെങ്കിൽ രേഖപ്പെടുത്താത്തത് യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം പറയാം. മറ്റു 3 സുവിശേഷങ്ങളിലില്ല, യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. കാനാവിലെ കല്യാണം, തന്റെ ശുശ്രൂഷ. അവിടെ നമുക്ക് ശ്രദ്ധിക്കണേ, ആ ശുശ്രൂഷയുടെ തന്റെ പ്രവൃത്തിയുടെ അല്ലെ ആരംഭമായി കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞ് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി. മറ്റു 3 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ യോഹന്നാൻ നോക്കിക്ക് വളരെ സ്പെസിഫൈ ചെയ്ത് പറയും. കാരണം അത് പറയാൻ കാര്യം, ദൈവമായിട്ടും ആ ദൈവത്തിന് മാത്രമേ ഇങ്ങനത്തെ അത്ഭുതം ചെയ്യാൻ പറ്റത്തുള്ളതുകൊണ്ട് തന്റെ ദൈവത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി യോഹന്നാൻ ക്ലാരിഫൈ ചെയ്യുകയാണ്, അതെടുത്തു കൊടുക്കുകയാണ്. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നു, യേശുവിന്റെ യെരുശലേമിലേക്ക് അറസ്റ്റിന് മുൻപ്, തന്റെ മരണത്തിന് മുൻപ് 2 പ്രാവശ്യം താൻ യെരുശലേമിലേക്ക് പോയത് മറ്റു സുവിശേഷകന്മാർ ഈ 3 പേര് എഴുതിയിട്ടില്ല. പക്ഷെ യോഹന്നാൻ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, പർപ്പസ് അതിനുണ്ട്. കർത്താവ് 2 പ്രാവശ്യം യെരുശലേമിലേക്ക് പോയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. എന്തുവാ? 4-ാമത്തെ അധ്യായം. ശമരിയ സ്ത്രീ അല്ലെ? കാരണം ഞങ്ങള് ഇടയ്ക്ക് ഈ ഹോളി ലാൻഡൊക്കെ യാത്ര ചെയ്തപ്പോ ആരാന്നൊന്നും പറയത്തില്ല, ഒരു അച്ചായന് ലോത്തിന്റെ ഭാര്യയെ കണ്ടേ പറ്റും. ഭയങ്കര ചില അച്ചായന്മാർക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റീവായ സബ്ജക്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ യാക്കോബിന്റെ ഈ കിണറൊക്കെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുകയും മറ്റ് സുവിശേഷങ്ങളിൽ ഇതില്ല. പക്ഷെ അത് കർത്താവ് പോയിട്ടില്ല എന്നൊന്നുമല്ല പറയാം, വളരെ ക്ലിയർ ആയിട്ട് അത് ഒരു അധ്യായത്തിൽ മുഴുവനും അത് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയുന്നു അല്ലെ? 4-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ ക്ലിയർ. ആ ഒരു ഭാഗം മറ്റൊരിടത്തും സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നു, 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് മരിച്ച നാറ്റം വെച്ചവനായ ലാസറിന്റെ ഉയർപ്പ് മർക്കോസിലുമില്ല, മത്തായിലുമില്ല. ആ ഡിഫറൻസിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു. അത് ആ അധ്യായത്തിൽ ഒരു അധ്യായം മുഴുവനും വളരെ ക്ലിയർ ആയിട്ട് യോഹന്നാൻ അത് എടുത്തു പറയുകയാണ്. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനത്തെ തന്റെ അപ്പോസ്തലന്മാരുമായി യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് കർത്താവ് ഒടുവിലായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പത്രോസും ഒക്കെ 7 പേരോടുകൂടെ മീൻ പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ പോയ ഭാഗത്ത് അവരുടെ മടങ്ങിക്കൊണ്ടുവരുന്നത് മറ്റു സുവിശേഷകന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പറയാൻ യോഹന്നാൻ ഇത് സ്പെസിഫൈ ചെയ്യാൻ കാരണം ഒറ്റ കാര്യമുള്ളൂ, യോഹന്നാന്റെ പ്രസന്റേഷൻ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാൻ, ആ ദൈവത്വം വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന് മാത്രമേ ഇത് കഴിയത്തുള്ളൂവെന്ന് ലോകം സമ്മതിക്കും. അത് വ്യക്തമായി യോഹന്നാൻ അറിയാം. ആ കാര്യങ്ങൾ യോഹന്നാൻ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുക. ഇതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങൾ 4 ഉണ്ടെങ്കിലും 3 സുവിശേഷങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളെന്നും യോഹന്നാന്റെ ഇത് സുവിശേഷമായിട്ട് ഉൾപ്പെടുമ്പോൾ തന്നെ ആ നിലയിൽ നമുക്ക് അതിനെ കാണുവാനായിട്ട് കഴിയും. ഒടുവിലായിട്ട് ഈ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സുവിശേഷം എന്നുള്ള ആ പേര് എങ്ങനെ വന്നു എന്നൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇവാഞ്ചലിയോൺ എന്നുള്ള പേരിൽ നിന്നാണ് സുവിശേഷം എന്നുള്ള പദം നമുക്ക് വരുവാൻ തക്കോണം ഇടയായി. അതിന്റെ ഗോഡ് സ്പെല്ല് അല്ലെങ്കിൽ ഗുഡ് സ്പെല്ല് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല വർത്തമാനം എന്നൊക്കെ നമുക്കതിനെ അർത്ഥമാക്കുവാൻ കഴിയുന്നു. ഗ്രീക്ക് പദമായ ഏവൻഗലിയോൺ, ഇവാഞ്ചലിയോൺ എന്നൊക്കെ നമുക്കതിനെ കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയും. അതിന്റെ അർത്ഥം നല്ല വർത്തമാനം.
അപ്പോൾ ഈ 4 ഭാഗങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല വർത്തമാനം ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് സുവിശേഷങ്ങൾ എന്നുള്ള പേരിൽ ഈ പുസ്തകങ്ങൾ അറിയപ്പെടുവാനിടയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് സബ്ജക്റ്റ് ഏതാ? ഇസ്രായേലിന്റെ ചരിത്രമോ? സമവീക്ഷണം. നമ്മളതിന്റെ വിശദീകരിക്കാനായിട്ട് ഈ സുവിശേഷം എന്ന് വന്നതെങ്ങനെ, സമവീക്ഷണമായതെങ്ങനെ, എന്തുകൊണ്ട് ഇതിനകത്തെ പ്രശ്നങ്ങൾ, വീക്ഷണം ഇത് ഒരേപോലെ വന്നു, എല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. നിങ്ങളുടെ നോട്ട് നിങ്ങൾക്ക് ലഭിച്ചത് ഒന്ന് വായിക്കാം. കുറച്ച് നിങ്ങൾക്ക് അതിന് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഇല്ല എങ്കിൽ എനിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് നന്ദി അവിടെ വെച്ച് കാണാം. ഇല്ല എങ്കിൽ ഇവിടെ വെച്ച്